ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ സെഷൻ്റെ വീഡിയോ ആണ്. PSMO കോളേജ് സിവിൽ സർവീസ് അക്കാദമിയിലെ എക്സ്പീരിയൻസും ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, നമുക്കറിയാം FTII പൂനെ ബേസ്ഡ് ആയിട്ടുള്ള അവിടുത്തെ രജിസ്ട്രാർ ആയിട്ടുള്ള സയ്യിദ് റബി ഹാഷ്മി IAS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻഫോർമേഷൻ സർവീസ്. UPSC സിവിൽ സർവീസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 24ഓളം സർവീസിലേക്കാണ്. നമുക്ക് വളരെ പോപ്പുലറായിട്ട് അറിയുന്ന IAS, IPS, IFS, IRS അതുപോലെയുള്ള കാറ്റഗറി എയിൽ വരുന്ന ഒരു കിഡിലൻ സർവീസാണ് IAS, ഇന്ത്യൻ ഇൻഫോർമേഷൻ സർവീസ്. സയ്യിദ് റബി ഹാഷ്മി IASഉം സിവിൽ സർവീസ് അക്കാദമിയിലെ എക്സ്പീരിയൻസുമായിട്ടുള്ള വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ഇൻട്രാക്റ്റീവ് സെഷൻ. അതിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തത് ഫാക്ട്സ് അബൌട്ട് റൂമർ എന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ള UPSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയാസ് ആയിരുന്നു. ഒരുപാട് മേഖലയെ ടച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ സ്റ്റേജസൊക്കെ അതിൽ കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയാസിൻ്റെ പങ്ക്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ എലമെൻറ്റ്സ്. കാരണം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള, കാരണം 2012 ബാച്ചിൽ പാസ് ഔട്ട് ആയിട്ടുള്ള സയ്യിദ് റബി ഹാഷ്മി IASൻ്റെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതുപോലെ ഇൻസ്പയർ ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സെഷനാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്കാണ് ഞാൻ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അഷ്വർ ചെയ്തിരുന്നു ഈ വീഡിയോയുടെ, ഈ പ്രോഗ്രാമിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക. നമുക്ക് വളരെ ഇൻസ്പയർ ചെയ്യുന്ന, അതുപോലെ ഒത്തിരി മേഖലയെക്കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇന്ത്യൻ ഇൻഫോർമേഷൻ സർവീസുമായിട്ട്, അതുപോലെ വിദേശ രാജ്യത്ത് അദ്ദേഹം വിസിറ്റ് ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ്, ഡിഫറെൻറ്റ് മിനിസ്ട്രീസിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്തു. വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഈ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയുടെ പേര് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് നൗഷാദിന് എവിടുന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ഒരാളെ കിട്ടിയെന്നാണ്. സയ്യിദ് റബി ഹാഷ്മി എന്ന് കേട്ടപ്പോ ആ പേരൊരു നോർത്ത് പേരായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നൗഷാദിനോട് ഞാനത് കൺഫേം ചെയ്തു. ഇദ്ദേഹം എവിടത്തുകാരനാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ മലപ്പുറം ജില്ലക്കാരൻ, നമ്മുടെ തിരൂര് സ്വദേശി, തിരൂര് കൂട്ടായി എന്ന സ്വദേശിയാണ്. കൂട്ടായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും, മാസപ്പിറവി കാണുന്ന ഒരു സ്ഥലമാണ്. സ്ഥിരമായിട്ട് കൂട്ടായിട്ട് മാസപ്പിറവി കാണുന്നത് നമ്മൾ പറയാറുണ്ട്. തന്നെയുമല്ല, നമ്മുടെ PSMO കോളേജിന്റെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. നമ്മുടെ കോളേജിൽ ഗസ്റ്റ് ആയിട്ടും ഹോസ്റ്റ് ആയിട്ടും ഒക്കെ തന്നെ നമ്മളെ ഒരുപാട് സഹായിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ സർ അങ്ങേ ഞാൻ ഒരിക്കൽ കൂടെ ഒരു ഗസ്റ്റ് ആയിക്കൊണ്ട് PSMO കോളേജിൽ പ്രിൻസിപ്പൽ എന്ന പേരിൽ ആദരപൂർവ്വം സ്വാഗതം പറയുന്നു. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ തന്നെ നമുക്ക് പരിചിതമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം മാർച്ച് 10-ാം തീയതി കഴിഞ്ഞ് പെട്ടെന്ന് കോളേജ് അടച്ചപ്പം ഒരുവിധം എല്ലാവരും തന്നെ, ഒരു 90% ആളുകളും സന്തോഷത്തോടെയാണ് ആ ഒരു കോളേജിൻ അടച്ചു എന്ന് പറഞ്ഞത് സ്വാഗതം ചെയ്തത്. നമ്മൾ കോവിഡ് ആശംസകൾ നേർന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയാണ്, ഹർത്താൽ പോലെ നമ്മളത് സ്വീകരിച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു വലിയ ലോക്ക്ഡൗണും അൺലോക്കും ഒക്കെ നമ്മൾ കണ്ടു. ഇനിയും നമുക്ക് കുട്ടികൾക്ക് ക്യാമ്പസിലേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ 2 മാസം മുമ്പാണ് നമ്മുടെ സിവിൽ സർവീസ് അക്കാദമി കോർഡിനേറ്റർ നൗഷാദും ഹസീബും കൂടെ ഇനിയും നമുക്ക് നമ്മുടെ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മൾ ബാക്കിയുള്ള പ്രോഗ്രാംസ് പോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഓൺലൈൻ സെഷൻസ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പല റിസോഴ്സ് പേഴ്സൺസ് നമ്മൾ കൊണ്ടുവന്നു, പല ഇന്ററാക്ഷൻ സെഷൻസ് നമ്മൾ നടത്തി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഇന്ന്. ആ ടോപ്പിക് തന്നെ നിങ്ങൾ നോക്കുക, ഫാക്ട്സ് അബൌട്ട് റൂമർ എന്നാണ്. വളരെ സ്ട്രെയിഞ്ചായ ഒരു ടോപ്പിക്കാണ്. കുട്ടികളത് കൃത്യമായിട്ട് ഏറ്റെടുക്കുക,
ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ. അദ്ദേഹം 2012 ബാച്ചിൽ IAS ക്വാളിഫൈ ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ നൗഷാദ് സൂചിപ്പിച്ച പോലെ FTII ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രാറായിട്ട് പ്രവർത്തിക്കുന്നു. ഒരുപാട് എക്സ്പോഷർ, വലിയ തോതിലുള്ള എക്സ്പോഷർ കിട്ടിയൊരു വ്യക്തിയാണ്. FTIയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ന്യൂ മീഡിയ വിങ്ങിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട്, ന്യൂ മീഡിയ വിങ് എന്നുള്ളത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു വകുപ്പാണ്. അതിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2019 ലോക്സഭാ ഇലക്ഷന് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നൗഷാദ് സൂചിപ്പിച്ചല്ലോ, ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു മീഡിയയാണ് സോഷ്യൽ മീഡിയ. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും നല്ലൊരു സോഴ്സ് ആണ്. അതേപോലെ തന്നെ ഏറ്റവും അധികം ഫേക്ക് ന്യൂസും ഫ്രോഡ് ന്യൂസും വരുന്ന ഒരു മേഖല കൂടെയാണ്. ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട, കുട്ടികൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ എക്സ്പോഷർ. ഇന്നത്തെ മുഖ്യാതിഥിയുടെ എക്സ്പോഷർ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നൗഷാദ് സൂചിപ്പിച്ചു, അദ്ദേഹം മൗറീഷ്യസിൽ അവിടുത്തെ ഇലക്ട്രൽ കമ്മീഷണർ, മൗറീഷ്യസ് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്ത ഏരിയ നോക്ക്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആൻഡ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഫേക്ക് ന്യൂസ് എന്നാണ്. ഇഷ്യൂസ് റിലേറ്റഡ് ടു ഫേക്ക് ന്യൂസ്. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ തലത്തിൽ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഒരുപാട് എക്സ്പോഷർ ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഇന്ന് നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ്, ഡിഗ്രി പഠിക്കുന്ന കുട്ടികളിൽ മെജോറിറ്റി കുട്ടികളും നിങ്ങൾ കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് PSMO കോളേജിൽ നിന്ന് ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ IAS-ഉം IPS-ഉം IAS-ഉം IRS-ഉം ഒക്കെ ഉണ്ടാവട്ടെ. നേരത്തെ നൗഷാദ് സൂചിപ്പിച്ചതുപോലെ റബി ഹാഷ്മി IAS എന്ന് പറയുന്നത് പോലെ PSMOയുടെ സ്വന്തമായിക്കൊണ്ട് ഇങ്ങനെ ഡിസിഗ്നേറ്റ് ചെയ്തുകൊണ്ട് വിളിക്കാൻ ഞങ്ങൾക്കൊക്കെ നിങ്ങൾ സൗകര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സയ്യിദ് റബി ഹാഷ്മി സാറിനോട് എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട് തുടർന്ന് ഞങ്ങളെ സഹായിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ ഇന്ററാക്റ്റീവ് സെഷൻ കുട്ടികളോട് പറയുന്നത്, ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നല്ലൊരു ഫാക്കൽറ്റിയാണ്. നിങ്ങളുടെ ഏത് തരത്തിലുള്ള ഇന്ററാക്ഷനും അദ്ദേഹം കൊണ്ടുപോകും എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. പേഴ്സണലി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം വരും, നാട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് PSMOയിൽ കൊണ്ടുവരാം. ഓക്കെ, ഇന്ന് നമുക്ക് കൊണ്ടുവന്ന് നേരിട്ട് നമുക്കൊക്കെ പരിചയപ്പെടാം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ ഇന്ററാക്റ്റീവ് സെഷൻ ഓൺ ഫാക്ട്സ് അബൌട്ട് റൂമർ എന്നുള്ള വിഷയം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. Good morning, everyone. Good morning. രാവിലെ തന്നെ അജിത് സാറിന്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തത്. So we'll begin the keynote. I'll do something. I'll completely present my screen so that it would be easy for you. Yeah. So ഇൻഡസ്ട്രിയിലും മാർക്കറ്റിലേക്കുള്ള പൊതുവെയുള്ള ഒരു സംസാരമാണ്. ആഫ്റ്റർ ദി ഇൻവെൻഷൻ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് we didn't anything. Like കമ്പ്യൂട്ടറും ഇന്റർനെറ്റും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളൊന്നും ചെയ്തില്ല. We were just making computer and internet smarter. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും സ്മാർട്ടർ ആക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമാണ് നമ്മൾ ചെയ്യാന്നാണ് പൊതുവെ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ മാർക്കറ്റിലേക്കുള്ള ഒരു സംസാരം. ദിസ് ഈസ് ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദ ടോപ്പിക് ഫാക്ട്സ് അബൌട്ട് റൂമർ. റൂമറിനെ കുറിച്ചുള്ള ഫാക്ട് എന്നുള്ള ടോപ്പിക്കിന് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് എന്തും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബിൽ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് മുതൽ നമുക്ക് വരുന്ന SMS, നിങ്ങൾ എവിടെ നിങ്ങളുടെ ഡയബറ്റിസ് ടെസ്റ്റ് ചെയ്യാനുള്ള SMS, ഇങ്ങനെയുള്ളതൊക്കെ ഇൻഫർമേഷന്റെ ബിഗ് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഫാക്ട്, റൂമർ ഇത്തരം വാക്കുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട്. ഇതാണ് ഈ ടോപ്പിക്കിന്റെ കോണ്ടെക്സ്റ്റ്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. ചാറ്റ് ബോക്സ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാൻ അവസരങ്ങൾ തരും, അപ്പോൾ മാത്രം നിങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ആൻഡ് പ്ലീസ് കീപ് യുവർ മൈക്ക് ഓൺ മ്യൂട്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ കീപ് യുവർ ക്യാം ഓപ്പൺ, ബട്ട് അഗൈൻ ഇഫ് യു ഹാവ് പ്രോബ്ലം വിത്ത് ബാൻഡ്വിഡ്ത്ത് യു ക്യാൻ കീപ് യുവർ ക്യാം ആൾസോ ക്ലോസ്ഡ്. Q&A നിങ്ങൾക്ക് സംസാരത്തിന്റെ എന്ത് സംശയങ്ങളും ജസ്റ്റ് നോട്ട് ചെയ്യുക. റെഗുലർ ഇന്റർവെൽസിൽ 3-4 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് Q&A ഉണ്ടായിരിക്കും. അതുകൊണ്ട്
അതേക്കുറിച്ച് പേടിക്കണ്ട. പിന്നെ ഐ എം യൂസിങ് എ ഹൈ സ്പീഡ് ഇന്റർനെറ്റ്. സ്റ്റിൽ ഇഫ് ദർ ഇസ് എനി ഇന്റർനെറ്റ് ബ്രേക്ക് ഡൗൺ, ഡോണ്ട് വറി, ഐ വിൽ ബി ജോയിനിങ് ഇൻ ദ സെയിം സെഷൻ in less than 2 minutes. Come on, let's come to the topic. ഈ ഒരു സെഷനിൽ ആകെ ഞാനൊരു കാര്യം പറയുന്നത്, 1921 അന്നത്തെ, ഇന്ന് നമ്മൾ ഗാർഡിയൻ എന്ന് വിളിക്കുന്ന എഡിറ്റർ CP സ്കോട്ട് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹം 1921 എഴുതിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ എൻ്റെ സെഷൻ ഞാൻ ഉപയോഗിക്കുന്നത്. കമന്റ് ഇത്ര മാത്രമാണ് ആൾ എഴുതിയിട്ടുള്ളത്. കമന്റ് ഈസ് ഫ്രീ ബട്ട് ഫാക്ട്സ് ആർ സീക്രട്ട്. കമന്റ് ഈസ് ഫ്രീ ബട്ട് ഫാക്ട്സ് ആർ സീക്രട്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അല്ലെ, കുറച്ചധികം പെൺകുട്ടികളെ നൈജീരിയയിൽ 130ഓളം ചിബോക്ക് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ കഥ നിങ്ങൾ ഓർക്കണ്ടായിരിക്കും. അതിൽ രക്ഷാപ്രവർത്തനം നടത്താതിരുന്നത്, ബോക്കോ ഹറാം തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് ഈ പെൺകുട്ടികളെ രക്ഷിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ വാർത്ത ഫേക്ക് ന്യൂസ് ആണെന്ന് ആളുകൾ ധരിച്ചു എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും ശരിയല്ലാത്ത കാര്യങ്ങൾ വാർത്തകളാണെന്ന് ധരിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ നൈജീരിയയിലെ ബോക്കോ ഹറാം തീവ്രവാദികൾ കിഡ്നാപ്പ് ചെയ്ത 130ഓളം പെൺകുട്ടികളുടെ കാര്യത്തിൽ ശരിയായ വാർത്ത ഫേക്ക് ആണെന്ന് ധരിക്കുകയുണ്ടായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇൻഫർമേഷൻ ഫ്ലഡിന്റെ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളതായിരിക്കും അല്ലെ. ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെയോ ഇന്റർനെറ്റിന്റെയോ സ്മാർട്ട് ഫോണിന്റെയോ അല്ല, എന്റെയും നിങ്ങളുടെയും മാത്രം പ്രശ്നമാണ്, എന്റെയും നിങ്ങളുടെയും മാത്രം സൃഷ്ടിയാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ടോപ്പിക്കിൽ ഉടനീളം ഞാൻ പറയുന്നത് ഒറ്റ കാര്യമാണ്, കമന്റ് ഈസ് ഫ്രീ ബട്ട് facts are sacred, just like what CP Scott did right in 1921. And I'm totally confused how to talk. ഈ ഒരു സെഷനിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. വാട്ട് യു വാണ്ട് ടു ഹിയർ ഫ്രം മീ, എൻ്റെ അടുത്ത് എന്താണ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത് എന്നുള്ള എനിക്ക് സംശയം. അപ്പൊ എനിക്ക് 2 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ ഇറ്റ് വുഡ് ബി എ സ്മൂത്ത് സ്റ്റാർട്ട്. ഒന്ന്, എനിക്ക് അറിയേണ്ടത്, you just want to listen about the topic or you want to listen from the perspective of a government communicator, അതല്ലെങ്കിൽ ഒരു ഓഫീസർ എങ്ങനെയാണ് ഇൻഫർമേഷനെ കാണുന്നത്? യു വാണ്ട് ടു മച്ച് തിയറി, ടു മച്ച് പ്രാക്ടിക്കൽ? ഐ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ്. അപ്പൊ എനിക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? ഐ എം ജസ്റ്റ് ഷെയറിങ് എ ലിങ്ക് ഓൺ ദി ചാറ്റ് ബോക്സ്. ഇപ്പൊ ഗൂഗിളിന്റെ ചാറ്റിൽ ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യൂ. I have shared the link. Please click on the link. All of you, please click on the link. Now when you click on the link, you would be getting a page like this, right? ഇതുപോലൊരു പേജ് ആയിരിക്കും കിട്ടുന്നത്. നൗഷാദ് സർ, is it ready? കാണുന്നില്ല ഇങ്ങനെ തന്നെ? സോ ഐ ഹോപ്പ് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ലിങ്ക് ആയിരിക്കും കാണുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ഒന്നാമതൊരു ചോദ്യം ചോദിക്കുകയാണ്. Since we are here, what should I talk? Should I be just talking views of a government communicator, or should I restrict myself to just a topic like fake news related, or you want to listen about FTI too if we have time? So നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഓപ്ഷൻസ് അതിൽ ക്ലിക്ക് ചെയ്യാം. ഒരു ഓപ്ഷൻ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. So just try to participate in this online pod so that it would be easy for me to understand about your requirement. So there are 100 listeners on the Google Meet. So I would stop the poll by something like 60 watts. I think you are again confusing me with giving almost similar percentages here and there. Actually, Rabi, as students actually expecting more from you related to all topics. Thank you for confusing me again. But after seeing this statistic, I have posted a poll right now because it is too much confusing for me. So I'll do like this. കൂടുതൽ പേര് വ്യൂസ് ഓഫ് എ ഗവൺമെന്റ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ളതുകൊണ്ട് ടോപ്പിക്കിനെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു ഗവൺമെന്റ് കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ള അർത്ഥത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയും അവസാനം അല്പനേരം FTI കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞില്ല. there is something more. നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന് എൻ്റെ അടുത്ത് തിയറി കേൾക്കണോ പ്രാക്ടിക്കൽ കേൾക്കണോ, അതോ യു വാണ്ട് ടു മച്ച് തിയറി or too much practical? Again, you can do the poll here so that it would be easy for me to take what kind of an orientation I should have while I talk. Yeah, I am pausing it now. 45 watts. So my orientation would be more practical, and 31% is asking for practical. So my orientation is very clear now. So I have got very clear idea. You want to listen as a government communicator with some inputs about FTI if we have time, and you want practical or more practical. So my orientation is very clear now. Now we are jumping to the presentation once again. I hope you can see the complete presentation right now. Now, Shah sir, presentation complete കാണുന്നുണ്ടല്ലോ? Yes. Yeah. So ഈ ഒരു ഓറിയന്റേഷനിൽ, അതായത്
views of a government communicator, and too much practical. ഇതാണ് നമ്മുടെ flow of session today. We'll be discussing about media landscape. We'll be discussing some communication technologies. ചിലപ്പോൾ some legal aspects നമ്മൾ mention ചെയ്യും. And last, a bit about FDI, being FDI. Fine. See, we all live in digital ocean. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ ഓഷ്യൻ. ഞാൻ അതിനെ ഓഷ്യൻ തന്നെ വിളിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണമാണ് അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് ദ സൈസ് ഓഫ് ദ കണ്ടന്റ്, ഇറ്റ്സ് നമ്പർ ഓഫ് യൂസേഴ്സ്, ഇറ്റ്സ് മെനി ടു മെനി പാറ്റേൺ ഓഫ് ദ കോൺവെർസേഷൻ. ഈ 3 കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ മീഡിയ, പണ്ട് നമ്മൾ പത്രം വായിക്കുമായിരുന്നു അല്ലെ, പത്രത്തിനൊരു കണക്കുണ്ട്. അല്ലെങ്കിൽ TV നമ്മൾ കാണും. ഇന്ത്യയിൽ ഏതാണ്ട് 900-ഓളം ടെലിവിഷൻ ചാനൽസ് ആണ് എന്റർടൈൻമെന്റും അതുപോലെ ന്യൂസ് ആൻഡ് കറണ്ട് അഫയേഴ്സിലുള്ളത്. ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. എന്നാൽ ഡിജിറ്റൽ ഓഷ്യന്റെ കാര്യം നോക്കൂ, നമുക്ക് എത്ര പേര്, നിങ്ങൾ ഓരോരുത്തർക്കും ചിലപ്പോൾ 2-3 ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും അല്ലേ, ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത് തന്നെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ. ഇങ്ങനെ എത്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് ഈ നാട്ടിലുള്ളത്. മാത്രമാണോ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു വാർത്ത വരുമ്പോൾ ഓഹോ എന്ന് നിങ്ങൾ കമന്റും ചെയ്യും. സോ സൈസ് ഓഫ് കണ്ടന്റ് ഇറ്റ്സ് ഹ്യൂജ്. സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ, ഈ പണ്ടുണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറും TV എന്ന ആ ഒരു രീതി മാറി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കും ഡിജിറ്റൽ മീഡിയയിലേക്കും എത്തി നിൽക്കുമ്പോൾ കണ്ടന്റ് ഈസ് ഹ്യൂജ്. ഈ ഹ്യൂജ് എന്ന് പറയുമ്പോൾ എത്രയും ഹ്യൂജ് എന്നാ, ഉദാഹരണത്തിന് ഇന്ത്യയിൽ 68.7 മില്യൺ ട്വിറ്റർ യൂസേഴ്സ് ആണുള്ളത്. ഇന്ത്യയിൽ 68, അതായത് 6.8 കോടി ആളുകൾ ട്വിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ബിഗ് നമ്പർ. അല്ലെങ്കിൽ ലോകത്ത് 152 മില്യൺ പീപ്പിൾ ആർ ഓൺ ട്വിറ്റർ. ഇൻസ്റ്റഗ്രാമില് 9.5 crore pics or videos are coming each day. എല്ലാ ദിവസവും ഇൻസ്റ്റഗ്രാമിൽ വരുന്നത് 9.5 കോടി ഫോട്ടോയോ വീഡിയോയോ ആണ്. ഇത് തന്നെയാണ് യൂട്യൂബിൽ എവറി മിനിറ്റ് 300 hour വീഡിയോ ലെങ്ത് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ മിനിറ്റിലും 300 മണിക്കൂർ കണ്ടു തീർക്കാവുന്ന അത്ര വീഡിയോസ് ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഇത്തിരി പഴയ ഡാറ്റയാണ്. ഇപ്പൊ ഇന്നത്തെ ഡാറ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അഗെയിൻ ബിഗർ നമ്പർ. ഇതാണ് ഞാൻ ഈ സൈസ് ഓഫ് ദ കോണ്ടന്റും അതുപോലെ നമ്പർ ഓഫ് യൂസേഴ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രമാത്രം കണ്ടന്റ് ഉള്ള, അത്രമാത്രം ഇൻഫർമേഷൻ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുമ്പോഴുള്ള കുറെ ഗുണങ്ങളുണ്ട്, കുറെ ദോഷങ്ങളുണ്ട് അല്ലേ. തുടക്കത്തിൽ പ്രിൻസിപ്പൽ അസീസ് സാർ സൂചിപ്പിച്ച പോലെ ഇതൊരു പ്രതിസന്ധിയുടെ ചുറ്റുവട്ടത്താണ് നമ്മൾ നിൽക്കുന്നത്. ബട്ട് സ്റ്റിൽ ഐ ആം ടോക്കിംഗ് ടു യു ഫ്രം പൂനെ ദിസ് ഈവനിങ്. ഇന്ന് 4 മണിക്ക് FTI വിദ്യാർത്ഥികളോട് വളരെ പ്രമുഖനായ സംഗീതജ്ഞൻ ശ്രീ AR റഹ്മാൻ would be talking from Chennai, and the same station Mr. Shekhar Kapoor is joining from London. So ഇതൊരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയെ നമ്മൾ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ, ഡിജിറ്റൽ മീഡിയയുടെ, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഒക്കെ ഗ്രോത്തിന്റെ ഒരു ഗുണഫലമാണ്. ഇനി അതിലെ തേർഡ് പോയിന്റ് നോക്കൂ, മെനി ടു മെനി പാറ്റേൺ ഓഫ് കോൺവെർസേഷൻ. മെനി ടു മെനി പാറ്റേൺ ഓഫ് കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിപ്പോ എങ്ങനെയാ സംസാരിക്കുന്നത്? പഴയ പോലെ അല്ല. പണ്ട് നിങ്ങളുടെ ചെറുപ്പത്തിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ്, എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഐ വുഡ് മേക്ക് എ ഫോൺ കോൾ അല്ലെ, ഫോൺ കോൾ ചെയ്തിട്ട് ഐ വിൽ ആസ്ക് ലൈക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. ബട്ട് ഇറ്റ്സ് നോട്ട് ദ വേ റൈറ്റ് നൗ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നിങ്ങളിപ്പോ എങ്ങനെ സംസാരിക്കുന്നത്? യു വുഡ് ഹാവ് എ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, യു വുഡ് സേ ദാറ്റ് യാ ദിസ് ഗൈ ഈസ് ടോക്കിംഗ് അറ്റ് ദിസ് ടൈം, സോ ജോയിൻ, ഇത് ലിങ്ക് ഇവിടെയാണ്. സോ നമ്മുടെയൊക്കെ കോൺവെർസേഷന്റെ രീതി മെനി ടു മെനി പാറ്റേൺ ഓഫ് കോൺവെർസേഷൻ. നമ്മുടെ ഈ ഗൂഗിൾ മീറ്റിൽ ഗൂഗിൾ ചാറ്റ് നോക്കൂ അല്ലേ, നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് നമ്മുടെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആയിട്ട് മാറി. ഇതാണ് ഞാൻ മെനി ടു മെനി പാറ്റേൺ ഓഫ് കോൺവെർസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് ഒരു ഗവൺമെന്റ് ഓഫീസറിന് കുറച്ച് പറയാനുള്ളത്. മെനി ടു മെനി പാറ്റേൺ ഓഫ് കോൺവെർസേഷനിൽ ഒരു ഗവൺമെന്റ് ഓഫീസറിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ചെയ്യാനുണ്ട്, ചെയ്യാതിരിക്കാനുണ്ട്, ആളുകളോട് പറയാനുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷനിൽ അടുത്തുകൊണ്ടിരിക്കുക കേരളം. ഈ നിങ്ങളുടെ നാട്ടിലെ ഒരു വിശ്വസ്തനായ ഒരാളാണ് ഞാൻ വിചാരിക്കുക, നിങ്ങളുടെ വാർഡില്. അന്ന് രാവിലെ ഞാനൊരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കി അയക്കാം. ഈ കാൻഡിഡേറ്റ് കണ്ടോ, പണ്ട് ഈ ബാങ്കിൽ നിന്ന് 1000 രൂപ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കി നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതില് 1000-1500 പേരായിരിക്കും ഒരു വാർഡിൽ വോട്ട് ചെയ്യാണ്ടാവുക അല്ലെ. ഒരു 200 പേര് ചിലപ്പോൾ പക്ഷേ ആ കാൻഡിഡേറ്റിനെതിരെ മാറി വോട്ട് ചെയ്തേക്കാം. മെനി ടു മെനി പാറ്റേൺ ഓഫ് കോൺവെർസേഷനിൽ ഒരു വ്യക്തി, ഒരു ഓഫീസർ പാലിക്കേണ്ട കുറെ മര്യാദകൾ, കുറെ രീതികളൊക്കെ ഉണ്ടെന്ന് അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ടോപ്പിക്കിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഡിജിറ്റൽ ഓഷ്യനിലുള്ള, ഇൻഫർമേഷൻ ഓഷ്യനിലുള്ള എന്താണ് അതിന്റെ പ്രത്യേകതകൾ, ആ പ്രത്യേകത അറിയുമ്പോൾ എങ്ങനെ നമ്മൾ പെരുമാറണം നമുക്ക് മനസ്സിലാക്കും. ഇനി നോക്കൂ, where are you on social media? Understand the right combo of free time, entertainment and market.
എന്താണെന്നറിയാൻ ഉദ്ദേശിച്ച് പണ്ട് മനുഷ്യൻ ഫുഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു അല്ലെ, കാട്ടിലും നാട്ടിലും ഇങ്ങനെ മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാരായിരുന്നു. അവർക്ക് വെറുതെ ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. കാരണം എന്താ, എപ്പോ വിശക്കും അപ്പൊ ഭക്ഷണം കണ്ടു ചെയ്യണം, അപ്പൊ ഫുഡ് കണ്ടു ചെയ്യണം അല്ലെ. ഫുഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു അവര്. അങ്ങനെ മാറി ഇപ്പൊ എങ്ങനെയാ, മൺഡേ ടു ഫ്രൈഡേ ഓഫീസ്, 2 ദിവസം അവധി. ഈ 2 ദിവസം അവധി എന്നൊക്കെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എവല്യൂഷന്റെ ഭാഗമായി, ഹ്യൂമൻ എവല്യൂഷന്റെ ഭാഗമായി നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആന്ത്രോപോളജിക്കൽ എവല്യൂഷന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. ഈ 2 ദിവസം ഫ്രീ ആയി കിട്ടിയപ്പോ വാട്ട് ഹാപ്പൻസ്? 2 ദിവസം ഫ്രീ ആകുമ്പോ ഫ്രീ ആണ്, ഐ മേ വാച്ച് എ മൂവി, ഐ മേ റീഡ് എ നോവൽ, ഐ മേ മേക്ക് എ ട്രിപ്പ്, ഐ മേ ഗോ ഫോർ ട്രെക്കിംഗ്. അതായത് എനിക്ക് അവധി കിട്ടിയപ്പോൾ, അവധി ദിവസങ്ങൾ കിട്ടിയപ്പോൾ, ഒഴിവ് സമയങ്ങൾ കിട്ടിയപ്പോൾ, കുറെ കൂടെ കൃത്യമായ പ്രയോഗം ഒഴിവ് സമയം എന്ന്, ഒഴിവ് സമയം കിട്ടിയപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് അതിന്റെ മുന്നിൽ. ഈ ഓപ്ഷൻസിന്റെ ഉപയോഗം, സാധ്യതകളാണ് എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. യു ക്യാൻ ഗോ ടു എ മൂവി തിയേറ്റർ ആൻഡ് വാച്ച് എ മൂവി. അതർവൈസ് യു ക്യാൻ ഹാവ് എൻ അക്കൗണ്ട് ഇൻ നെറ്റ്ഫ്ലിക്സ് ആൻഡ് വാച്ച് എ മൂവി. ആമസോൺ പ്രൈം, ഏഷ്യാനെറ്റിക് ഉൾപ്പെടെയുള്ള ഹോട്ട്സ്റ്റാർ, മനോരമയുടെ മനോരമ മാക്സ്, there are lot many platforms there in the market. ഒരു ഭാഗത്ത് എന്റർടൈൻമെന്റ് ഓപ്ഷൻസ്, മറുഭാഗത്ത് ആ ഓപ്ഷൻസിന്റെ സാധ്യത ഉപയോഗിക്കുന്ന മാർക്കറ്റ്. ബട്ട് നിങ്ങളുടെ ഫ്രീ ടൈം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ ഒഴിവ് സമയം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ മാത്രമാണ് തീരുമാനിക്കേണ്ടത്. ഇങ്ങനെ പറയാൻ കാരണം എന്താ, നിങ്ങൾ വിവരങ്ങൾ സെർച്ച് ചെയ്യില്ലേ ഗൂഗിളില്, യൂട്യൂബിൽ വീഡിയോ സെർച്ച് ചെയ്യില്ലേ, ആളുകളെയും വിവരങ്ങളും ഇൻഫർമേഷനിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യില്ലേ? ഓരോ സെർച്ചും നിങ്ങളുടെ അടുത്ത സെർച്ചിന്റെ റിസൾട്ടിനെ ബാധിക്കും. നിങ്ങൾ വെറുതെ ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു പേര് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, നിങ്ങൾ വിക്കിപീഡിയയിലും സെർച്ച് ചെയ്യാം, നിങ്ങളുടെ റിസൾട്ട്സ് വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഗൂഗിളിലെ സെർച്ചിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ റിസൾട്ട്സിന് സ്വാധീനം ഉണ്ടായിരിക്കും. വിക്കിപീഡിയയിൽ അങ്ങനെയല്ല. അപ്പോ ഞാനൊരു പൊട്ടനാണെന്ന് കരുതുക, എനിക്ക് പണ്ടേ എന്റെ വിശ്വാസം ഭൂമി പരന്നതാണെന്നും കരുതുക. അങ്ങനെയെങ്കിൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഈ എർത്ത് സ്ഫിയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് വരുന്ന റിസൾട്ട്സ് ഗൂഗിൾ ഫ്ലാറ്റ് ആണെന്ന് പറയുന്ന ഒരുപാട് പൊട്ടന്മാരുടെ ആർട്ടിക്കിൾസും മറ്റൊക്കെ ആയിരിക്കും എനിക്ക് കിട്ടുക. സോ I have to find the right combo of free time, entertainment and market. ഉദാഹരണത്തിന് ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് ലിങ്ക്ഡിനും ക്വോറയും. I spend something like half an hour every day on these 2 platforms. ക്വോറയിലും ലിങ്ക്ഡിലും ഏതാണ്ട് 1/2 മണിക്കൂർ ദിവസം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. And I find it useful. എന്നതുപോലെ നിങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ലോകത്തുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിലും നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് വേണമെന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യാനും ആവശ്യമുള്ളത് നോട്ടിഫിക്കേഷൻ കേട്ട് നിങ്ങൾ ഫോൺ എടുക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ളത് അപ്പോൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറണം. ആൻഡ് ദാറ്റ് ഡസന്റ് മീൻ യു ഷുഡ് ബി കംപ്ലീറ്റ്ലി റിമൂവ് ഓർ അവോയ്ഡ് യുവർ ഹാൻഡിൽസ്. അങ്ങനെ അർത്ഥമില്ല. യു ഷുഡ് ഹാവ് എ ഗുഡ് പ്രസൻസ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ലൈക്ക് ഇപ്പോൾ ഇന്റർവ്യൂവിലൊക്കെ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ പ്രസൻസ്, ഹാൻഡിൽസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം വി ഷുഡ് നോ. ഒക്കെ നമ്മൾ പണ്ട് പറയില്ലേ, ഒരു ചെറിയ കുട്ടികളായി കഴിഞ്ഞാൽ നന്നായി സംസാരിക്കാൻ അറിയാൻ പറ്റണം എന്നൊക്കെ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ പറയുന്ന കുറെ കാര്യങ്ങളിലാണ് നമ്മുടെ സോഫ്റ്റ് സ്കിൽസിന്റെ ഭാഗമാണ് നല്ല സോഷ്യൽ മീഡിയ പ്രസൻസ് വേണമെന്നുള്ളത്. ഇതാണ് നമ്മുടെ ഇൻഫർമേഷൻ, കമ്പ്യൂട്ടറും ഇന്റർനെറ്റും കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ നമ്മൾ സ്മാർട്ടർ ആക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു എൻറ്റയർ ഇക്കോസിസ്റ്റം. സോ ഈ മീഡിയക്ക് സംഭവിച്ചത് എന്താണെന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മീഡിയക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഞാൻ അതിന്റെ സൈഡിൽ ടിപ്പ് എന്ന് കൊടുത്തിട്ട് ഒരു പോയിന്റ് കൂടെ എഴുതിയിട്ടുണ്ട്. ഇന്റർനെറ്റ് 2.0. ഇന്റർനെറ്റ് 2.0 ആയത് എപ്പോഴാ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ട് നമ്മളൊരു വെബ്സൈറ്റ് ഒക്കെ കാണുമായിരുന്നു. ഇപ്പൊ PSMA കോളേജിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കും ഇവിടെ എത്ര കോഴ്സസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതായത് അതൊരു 1 വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഹിന്ദുവിന്റെ പത്രത്തിൽ പോയിട്ട് അവിടെ ന്യൂസ് നോക്കി, ഇതായിരുന്നു നമ്മുടെ പഴയ സ്റ്റൈല്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ എഗെയിൻ തുടക്കത്തിൽ പറഞ്ഞ ഈ സ്ലൈഡിലെ 2ാമത്തെ പോയിന്റ് ആയിട്ടുള്ള മെനി ടു മെനി പാറ്റേൺ ഓഫ് കോൺവെർസേഷൻ. ഇന്റർനെറ്റ് നമുക്ക് ഒരുപാട് വിവരം ഇങ്ങോട്ട് തരും, നമ്മൾ അങ്ങോട്ടും ഒരുപാട് വിവരങ്ങൾ കൊടുക്കും അല്ലെ. ഉദാഹരണത്തിന് ഗൂഗിൾ മാപ്പിൽ നമ്മൾ പറയും PSMA കോളേജിന്റെ മെയിൻ ഗേറ്റ് എവിടെയാണെന്ന് പറയും. അത് ഒരു പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഗൂഗിൾ കൊടുക്കുന്ന വിവരമാണ്. ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ പോലുള്ള ഒരു യൂസേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന വിവരമാണ്. ഇങ്ങനെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് പരസ്പരം ആശയവിനിമയത്തിനുള്ള ഒരു മാധ്യമമാകുന്നത് അതാണ് ഇന്റർനെറ്റ് 2.0. ഇങ്ങനെ ഇന്റർനെറ്റ് 2.0 ആയപ്പോൾ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്.
ഒന്ന്, യു ആർ എ ഗ്ലോബൽ സിറ്റിസൺ റൈറ്റ് നൗ. നിങ്ങൾ PSMO കോളേജിൽ തിരുവരങ്ങാടിലിരിക്കുന്ന ചെറിയ ആളുകളല്ല. യു ആർ എ ഗ്ലോബൽ സിറ്റിസൺ നൗ. യു ആർ എ ഗ്ലോബൽ സിറ്റിസൺ ബിക്കോസ് യു കമന്റ് ഓൺ വ്ളാഡിമിർ പുടിൻസ് അനൗൺസ്മെന്റ് ഓൺ കോവിഡ് വാക്സിൻ. കോവിഡ് വാക്സിനെ കുറിച്ച് വ്ളാഡിമിർ പുടിൻ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ താഴെ പോയി മലയാളത്തിൽ കമന്റ് ചെയ്യും അല്ലേ? ഐ എം ഷുവർ there would be at least one or two of you would have abused Maria Sharapova for her ignorance about Sachin Tendulkar. Sachin Tendulkarനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ മരിയ ഷറപ്പോവയുടെ താഴെ പോയി കമന്റ് ചെയ്ത ചില മിടുക്കന്മാര്, അത്ര ഒരുപാട് മിടുക്കന്മാരിൽ രണ്ടുപേര് നിങ്ങളിൽ ഉണ്ടായിരിക്കും അല്ലെ? ആലോചിച്ച് നോക്കൂ, നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറ്റുന്നത്? ലോകത്തുള്ള എവിടെ പണ്ട് ആകെ ഉണ്ടായിരുന്നത്, മലപ്പുറത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഫുട്ബോൾ ഫാൻസ് അസോസിയേഷന്റെ കുറച്ച് ഫ്ലെക്സസ് ഉണ്ടാവുമായിരുന്നു, ബോർഡ് ഉണ്ടാവുമായിരുന്നു. അവിടെ നിന്ന് ജോ ബൈഡനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്ന, ബറാക് ഒബാമയ്ക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്ന, അനൗൺസ്മെന്റുകളെ വിമർശിക്കുന്ന, അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പൗരസമൂഹമായി നമ്മൾ വളർന്നത് ഇന്റർനെറ്റ് 2.0 ആയി മാറിയപ്പോഴുള്ള ഒരു ബെനിഫിറ്റ് ആണ്. ഇതൊരു വെറും ബെനിഫിറ്റ് ആകണമെന്നില്ല. മറിയ ഷറപ്പോവ അബ്യൂസ് ചെയ്തത് ഒരു സമൂഹം എന്ന നിലയിൽ ഒരു എന്താ പറയാ, ഒരു അഭിലഷണീയമായ കാര്യമല്ല. എന്നാൽ പല അനൗൺസ്മെന്റുകൾ വെൽക്കം ചെയ്യുന്നത് വളരെ അഭിലഷണീയമായ കാര്യമാണ് താനും. ഇവിടെ ഗ്ലോബൽ സിറ്റിസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷൻ ആകണമെന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം. നിങ്ങളുടെ ഫേക്ക് പ്രൊഫൈൽസ് എന്തിനാണ്, നിങ്ങൾക്ക് എന്താണ് ആളുകളുടെ അടുത്ത് ഹൈഡ് ചെയ്യാനുള്ളത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ധാരണകൾ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, മെനി ടു മെനി പാറ്റേൺ ഓഫ് കോൺവെർസേഷൻ. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, ബട്ട് വി ഹാവ് അണ്ടർസ്റ്റുഡ്. തേർഡ് പോയിന്റ്, മീഡിയം ഈസ് സ്റ്റോറേജ് ടു. നിങ്ങളുടെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട്. ഒരു ട്രോൾ വീഡിയോ അല്ലെങ്കിൽ ഒരു കുക്കറി വീഡിയോ, ഗാർഡനിങ് വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ, യൂട്യൂബിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? യൂട്യൂബിന്റെ സെർവേഴ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു ട്വീറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ സാൻ ഫ്രാൻസിസ്കോ ബേസ്ഡ് ആണ് ട്വിറ്റർ അല്ലേ? ട്വിറ്റർ എന്ന് പറയുന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ കമ്പനിയാണ്. ട്വിറ്ററിന്റെ സെർവേഴ്സിലാണ് ബേസ് ചെയ്യുന്നത്. എൻ്റെ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്ത് ഫേസ്ബുക്കിൽ പുതിയ പ്രൊഫൈൽ പിക്ക് ആക്കി മാറ്റുമ്പോൾ ആ ഫോട്ടോ സ്റ്റോർ ചെയ്തത് ഫേസ്ബുക്കിന്റെ സെർവറിലാണ്. അതായത് എൻ്റെ ഫോട്ടോ വേറൊരാളും കൂടെ എടുത്തു വെക്കുന്നുണ്ട്. എൻ്റെ ഫോട്ടോ, എൻ്റെ വീഡിയോ, എൻ്റെ കണ്ടന്റ്, ഐ എം ഷെയറിംഗ് ഇറ്റ് സ്റ്റോറേജ് വിത്ത് സംവൺ എൽസ് ടു. എനിക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് എ ചലഞ്ച് ആസ് വെൽ അല്ലേ? ഇതൊരു ചലഞ്ച് കൂടിയാണ്. ഇനി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ, ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ന്യൂ മെമ്പർ ഇസ് എ പ്രൊഡ്യൂസർ. പുതിയൊരാൾ വരാന്ന് പറയുമ്പോൾ അയാൾ കുറെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഫോട്ടോ ചെയ്യും, കമന്റ് ചെയ്യും, ട്വീറ്റ് ചെയ്യും. കൂട്ടായിയെ കുറിച്ച് തുടക്കത്തിൽ പ്രിൻസിപ്പൾ പറഞ്ഞു മാസം കാണുന്ന നാടാണെന്ന്. 2019 മെയ്യിൽ അല്ലെ, ഇലക്ഷന്റെ ചൂടാണ് ഡൽഹിയിൽ. അതല്ലാതെ തന്നെ മെയ് ചൂടായി നിൽക്കുകയാണ്. ധാരാളം ഫേക്ക് ന്യൂസുകൾ. ഫേക്ക് ന്യൂസ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് അറ്റ് മൈ ഹോം ദർ വാസ് വൺ ഇഫ്താർ. എന്റെ വീട്ടിലൊരു ഇഫ്താർ ഉണ്ടായിരുന്നു. അതൊഴികെയുള്ള ഒരു ദിവസം പോലും I haven't at home for iftar. I used to have iftar at meetings, discussions, because plenty of fake news, misinformation, sometimes malinformation, and ആ പെരുന്നാളിന് കോഴിക്കോട് ആരോ നുണ പറഞ്ഞു നാളെയാണ് പെരുന്നാൾ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അത്. Again, another fake news, and I was very happy because all the 30 days I have been busy helping people to fight fake news, and on that Eid al-Fitr, many of you who have been contributing to this fake news had a problem with fake news. So ഇത് ഓരോ ആളുകളെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? Particularly when every member is a producer of content, producer of a photo, information. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എത്രത്തോളം കെയർഫുൾ ആകണമെന്ന് കൂടിയാണ് ഈ പോയിന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഐഡിയ ഓഫ് ടോക്ക് ബാക്ക് ഓർ ഫീഡ്ബാക്ക്. 2015 അന്ന് ഞാൻ ഓഫീസർ ആയിട്ടില്ല, OT ഓഫീസർ ട്രെയിനിയാണ്. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് നടക്കുന്നത് പ്രധാനമായിട്ടും ഡൽഹിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. അവിടെ ഒരു 9 month പ്രോഗ്രാം. Then 1 month we will be taught like what is film appreciation at FTI Film Institute. For example, see, എൻ്റെ ഇവിടെ ഒരു 10-60 ഫയൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ, because I don't want to look like a lazy officer before you. So I know where to place my laptop, I know where to place my phone. Like ഇതിന്റെ ഇടയ്ക്ക് ആരൊക്കെയോ വീഡിയോ ഓൺ ആക്കുമ്പോൾ I was like, നിങ്ങൾ എൻ്റെ അടുത്ത് എവിടെയാണ് നോക്കാൻ ആവശ്യപ്പെടുന്നത്? ഇറ്റ് ഷുഡ് ബി ലൈക്ക് 1/3 അല്ലേ? ഒരു സ്ക്രീനിന്റെ 1/3 ആണ് നമ്മൾ റിഫ്ലക്ട് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങോട്ടാണോ നിങ്ങളെ ഒരു വ്യൂവറെ, ഒരു ലിസണറെ എങ്ങോട്ടാണ് ആകർഷിക്കേണ്ടത്, അതാണ് സ്ക്രീനിൽ ഒക്കുപൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ഭാഗമായിട്ട് ട്രെയിനിങ്ങിൽ ഞങ്ങൾ FTIയിൽ ഉണ്ട്. അപ്പോൾ IMC FTI ഈ ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ ഒരുപാട്
ഫാക്കൽറ്റീസും അടുത്ത ട്രെയിനേഴ്സിൽ നിന്നും പഠിക്കും, നമ്മുടെ ബാച്ച്മേറ്റ്സിൽ നിന്നും ഒരുപാട് പഠിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു സമയത്താണ് നമ്മൾ OT ആകുന്നത്, ഓഫീസർ ട്രെയിനിങ്. 2 വർഷം കഴിഞ്ഞാലാണ് ഓഫീസർ ട്രെയിനിങ് മാറി ഓഫീസറാകുന്നത്. ഓഫീസർ ട്രെയിനി ആയിട്ട് 2015 എനിക്ക് കിട്ടിയ ഒരു അസൈൻമെന്റ് ആണ് യൂണിയൻ ബജറ്റിന്റെ പബ്ലിസിറ്റി. 2015 യൂണിയൻ ബജറ്റിന്റെ പബ്ലിസിറ്റി. ദാറ്റ് ടൈം ഫൈനാൻസ് മിനിസ്റ്റർ വാസ് മിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി ആൻഡ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫൈനാൻസ് വാസ് മിസ്റ്റർ ജയന്ത് പട്ടേൽ. സോ സോറി ജയന്ത് സിൻഹ. സോ ഈ ഒരു സമയത്താണ് ഫൈനാൻസ് മിനിസ്റ്റർ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അന്ന് വൈകുന്നേരം സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. Like, I have a problem with budget. Finance Minister has a reply. I need a clarification on this particular aspect of budget. Again, Finance Minister has a reply. So, ഇങ്ങനെയുള്ള ടോക്ക് ബാക്ക്, ഫീഡ്ബാക്ക്, പരസ്പരം സംസാരിക്കാനുള്ള കുറെ ഓപ്ഷൻസ്, ഈ മെനി ടു മെനി പാറ്റേൺ ഓഫ് കോൺവെർസേഷന്റെ റിഫ്ലക്ഷൻ തന്നെയാണ് അവസാനത്തെ പോയിന്റ് അല്ലേ. നമുക്കൊരു മൂവി റിലീസ് ചെയ്യുമ്പോൾ എത്ര ആളുകളാണ് റിവ്യൂ ചെയ്യുന്നത്? ഇറ്റ്സ് എൻ ഓസം മൂവി, ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം, ഇറ്റ്സ് വേസ്റ്റ് ഓഫ് മണി. ഇങ്ങനെയൊക്കെയുള്ള കമന്റുകളാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മൾ മൂവി കാണാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ പുതിയ മീഡിയ ലാൻഡ്സ്കേപ്പ് മനസ്സിലാക്കുന്നതിന്റെ ഒന്നാമത്തെ സ്ലൈഡ്. ഗ്ലോബൽ സിറ്റിസൺ, മെനി ടു മെനി പാറ്റേൺ ഓഫ് കോൺവെർസേഷൻ, medium is storage to, new member is a producer, idea of talk back or feedback. Now next one, ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ, ഡിജിറ്റൽ ഓഷ്യൻ, സോഷ്യൽ ഓഷ്യൻ and people's emotions could be manipulated. So ഇങ്ങനെ ഈ പീപ്പിൾസ് ഇമോഷൻ കുഡ് ബി മാനിപ്പുലേറ്റഡ് എന്ന് പറയുമ്പോൾ do you believe? If you don't believe, I'll do one thing. I will ask 2 questions. ഞാൻ നിങ്ങളുടെ 2 ചോദ്യങ്ങൾ ചോദിക്കും. പ്ലീസ് റിപ്ലൈ ഓൺ ദ ഗൂഗിൾ ചാറ്റ്. നിങ്ങൾ ഗൂഗിൾ മീറ്റിന്റെ ചാറ്റിൽ എനിക്ക് റിപ്ലൈ തരണം. ഒന്നാമത്തെ കാര്യം എന്താ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും 1,20,000 രൂപ തരുന്നു. 1,20,000 രൂപ തരുന്നു. 1,20,000 രൂപ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റൂ. 1,20,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ 1,20,000 രൂപ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റൂ. അതെന്താണോ? നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ വാങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൊബൈൽ ഫോൺ വാങ്ങാം. സോ എന്റെ ചോദ്യം ഇതാണ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും 1,20,000 രൂപ തരുന്നു. ആ 1,20,000 രൂപ നിങ്ങൾക്ക് ഫോൺ വാങ്ങാൻ മാത്രം ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏത് ഫോൺ വാങ്ങുമെന്ന് ഗൂഗിൾ മീറ്റിന്റെ ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യും. ഫാസ്റ്റ്. താങ്ക് യു. I wanted that. ഞാൻ തുടക്കത്തിൽ പറയാൻ പേടിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരുപാട് മുൻവിധികൾ ഉണ്ടെന്ന്. ബട്ട് നൗ അതൊന്നും മുൻവിധികളല്ല, അതൊക്കെ എന്റെ ധാരണകളാണ്. I have one more question just to prove it. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ 1,20,000 രൂപ അല്ല തന്നത്, ഇനി ഞാൻ അങ്ങനെയല്ലേ കുറച്ചും കൂടെ അധികം കാശ് തരാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും 1.2 കോടി 1,20,000 അതെങ്ങനെ പറയാ, 1.2 ലക്ഷത്തിന് പകരം 120 ലക്ഷം രൂപ തരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും 1.2 കോടി രൂപ തരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ കാശ് കൊണ്ട് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റൂ. യു ക്യാൻ ബൈ എ കാർ. നിങ്ങൾക്ക് ഒരു കാർ വാങ്ങാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ വാങ്ങാം. ആ കാർ ഏതും ആകാം, ബട്ട് യു ക്യാൻ സ്പെൻഡ് ദാറ്റ് മണി ഓൺലി ടു ബൈ എ കാർ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏത് കാർ വാങ്ങും? യു ക്യാൻ റിപ്ലൈ ഓൺ ദ ചാറ്റ് ബോക്സ്. താങ്ക് യു. ഇനഫ്. ഐഫോൺ മോശം ഫോണാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. I don't have such an opinion. ഐഫോൺ മോശമാണ്, അല്ലെങ്കിൽ BMW, Audi, Benz, മാരുതി എന്ന് ഒരാൾ പറഞ്ഞു. ഫോൺ ചോദിച്ചപ്പോൾ സാംസങ് എന്ന് ഒരാൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഷമീലാണ് സാംസങ് എന്ന് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ അല്ലാതെ ബാക്കി എല്ലാവരും ഐഫോൺ എന്ന് പറയുന്നത് ഐഫോൺ നല്ല ഫോൺ ആയതുകൊണ്ടല്ല. ഐഫോൺ ഹാസ് എ വെരി ബ്രില്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസി. ഐഫോണിന് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോളിസി ഉണ്ട്. ഐഫോണ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് പ്ലാൻ ഉണ്ട്. അതാണ് BMW-നുള്ളത്, അതാണ് ഓഡിക്കുള്ളത്. കാറുകൾ മോശമാണെന്നോ ഫോണുകൾ മോശമാണെന്നോ എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ കാറുകളും ഫോണുകളും ഒക്കെ നല്ലതാണെന്നതിലുപരി നല്ല കമ്മ്യൂണിക്കേഷൻ പോളിസി ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലെങ്കിൽ 20 പേരും ഐഫോൺ എന്ന് പറയുന്നു, ഒരാൾ മാത്രം സാംസങ് എന്ന് പറയുന്നു, അത് വിശ്വാസയോഗ്യമല്ല.
എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇഷ്ടമായിരിക്കും, ചില ക്ലബ്ബുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, ചില മതരാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ഇഷ്ടമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇഷ്ടമുള്ള ആ രാഷ്ട്രീയ സംഘടന, ക്ലബ്ബ്, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ, ഇഷ്ടപ്പെട്ട ലീഡർ, മനുഷ്യന്മാരാണ്, തെറ്റുകൾ ചെയ്യും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട പാർട്ടി ചെയ്യുമ്പോൾ, ലീഡർ ചെയ്യുമ്പോൾ, പൊളിറ്റീഷ്യൻ ചെയ്യുമ്പോൾ, ടീച്ചർ പറയുമ്പോൾ we will feel like yeah it's okay, രാഷ്ട്രീയല്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ പറ്റിപ്പോകും. ബട്ട് വെൻ ദി ഒപ്പോസിഷൻ ലീഡർ സേസ്, അല്ലേ, നമുക്ക് ഇഷ്ടമല്ലാത്ത, നമ്മൾ എതിർക്കുന്ന, നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഓർഗനൈസേഷന്റെ ലീഡർ പറയുമ്പോൾ he should not tell that, she should not tell that എന്ന് നമുക്ക് തോന്നുന്നത് നമ്മളെ ഭരിക്കുന്ന ഇൻഫർമേഷന്റെ ഒരു നമ്മൾ ആ ഇൻഫർമേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽ തന്നെ ഈ ചോദ്യം ചോദിച്ചതും നിങ്ങളുടെ റിപ്ലൈസ് അത്രമാത്രം മാനിപ്പുലേറ്റഡ് ആണെന്ന് ഞാൻ പറയുന്നതും. നിങ്ങളുടെ റിപ്ലൈസ് വാക്ക് മോശം വാക്കായിരിക്കും, ബട്ട് ദാറ്റ്സ് എ ട്രൂത്ത്. അതൊരു സത്യമാണ്. നിങ്ങളുടെ റിപ്ലൈസ് മാനിപ്പുലേറ്റഡ് ബൈ അഡ്വർടൈസ്മെന്റ്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ യങ് മദേഴ്സ്, യങ് ഫാദേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങളൊരു യങ് മദറോ യങ് ഫാദറോ അല്ലെങ്കിൽ യു ജസ്റ്റ് ആസ്ക് സമൺ ഹു ഹാസ് ജസ്റ്റ് ഹാഡ് എ ബേബി, അവർ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ പ്രഗ്നന്റ് ആവുന്നതിന് ഒരു 3-4 മാസം മുമ്പ് ഹാവിന്റ് യു സെർച്ച്ഡ് അബൌട്ട് ഡയപ്പർ, ബേബി ഡയപ്പറിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഓൺലൈൻ മെക്കൻഡൈസേഴ്സിൽ, ഓൺലൈൻ commerce applications-ലൊക്കെ പലപ്പോഴും they would have searched about baby diapers, or they would have searched like how to have an easy delivery, they would have searched like what is water birth. എന്താണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ളതൊക്കെ നമ്മളെ വിവരങ്ങളെ, ഉദാഹരണത്തിന് ഞാൻ ഇന്ന് സെർച്ച് ചെയ്യാണ് വാട്ട് ഈസ് ബേബി ഡയപ്പർ. ഇത് കോഴിക്കോടത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ, ഞാൻ ഗൂഗിളും കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലും നമ്മളൊരു ധാരണ ഉണ്ടെന്ന് നിങ്ങൾ കരുതുക. അപ്പൊ ഞാനൊന്ന് സെർച്ച് ചെയ്തു വാട്ട് ഈസ് ബേബി ഡയപ്പർ. ബേബി ഡയപ്പർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിന് മനസ്സിലാവുക ദിസ് ഗൈ മൈറ്റ് ബി പ്ലാനിങ് ഫോർ എ ബേബി. ദെൻ ഈ വിവരം കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലിന് ഗൂഗിൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ കോഴിക്കോടുള്ള ഹോസ്പിറ്റൽ എന്നെ വിളിക്കും, ഹേ റബി, ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ ബേബി വി ഹാവ് ഗോട്ട് ദീസ് മെനി ഫെസിലിറ്റീസ്. ദർ ഇസ് നോ ഹാം ഇൻ ഇറ്റ്. ഇത്രയും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഗൂഗിളില് യു സി ഫോർ എക്സാമ്പിൾ പാർലേജിയുടെ ബിസ്ക്കറ്റിന്റെ വില ഞാൻ സെർച്ച് ചെയ്തെന്ന് കരുതുക. ഗൂഗിളിൽ പാർലേജിയുടെ ബിസ്ക്കറ്റ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് എന്റെ ഫേസ്ബുക്ക് ടൈം ലൈനിലുള്ള ബിഗ് ബാസ്ക്കറ്റിന്റെ പരസ്യം വരുമ്പോൾ ബിഗ് ബാസ്ക്കറ്റിന്റെ പരസ്യത്തിൽ 10 രൂപയ്ക്ക് പാർലേജിയുടെ ബിസ്ക്കറ്റ് ഉണ്ട് എന്നുള്ള അഡ്വർടൈസ്മെന്റ് വരുന്നത് തെറ്റല്ല. പക്ഷെ ദർ ഇസ് എ പ്രോബ്ലം വിത്ത് മീ. എനിക്ക് വേണ്ടത് പാർലേജിയുടെ 10 രൂപയുടെ ബിസ്ക്കറ്റ് അല്ല. എനിക്ക് വേണ്ടത് ഞാനൊരു കൺസ്യൂമർ ആണ്, അല്ലെ, ഞാനൊരു കസ്റ്റമർ ആണ്. എനിക്ക് വേണ്ടത് ഏറ്റവും വില കുറഞ്ഞ ബിസ്ക്കറ്റ് ആണ്. എന്തിനാണ് ഞാൻ പാർലേജിയുടെ ബിസ്ക്കറ്റ് തന്നെ വാങ്ങുന്നത്? അതേ ക്വാളിറ്റിയുള്ള, അതേ രുചിയുള്ള മറ്റൊരു ബിസ്ക്കറ്റ് അതിലും വില കുറവുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ. സോ my point, come back to the point right now. I'm doing my presentation right now. I'm able to make my point very clear. So coming back to presentation, we were discussing the first point of the second slide on understanding media landscape. Media landscape മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള 3 സ്ലൈഡ്സിലെ സെക്കൻഡ് സ്ലൈഡിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. I hope now my screen is being presented. Could you see my presentation? Yes. So, see the first point. It is social ocean and people's emotion could be manipulated. കാറിന്റെ കാര്യത്തില്, ഫോണിന്റെ കാര്യത്തില്, അതുപോലെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസിന്റെ ഒക്കെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ തീരുമാനം, അത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം. നിങ്ങളോട് ഗൂഗിൾ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വെറുതെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഗൂഗിളിലും അതുപോലെ തന്നെ വിക്കിപീഡിയയിലും സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട്സിന്റെ വ്യത്യാസം, ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഇനി രണ്ടാമത് പോയിന്റ് നോക്കൂ, വൈറൽ കണ്ടന്റ്. അതിനപ്പുറത്ത് ഞാനൊരു ടിപ്പും കൊടുക്കുന്നുണ്ട്, സിഗ്മോയിഡ് കർവ് എന്ന് പറഞ്ഞിട്ടില്ലേ. ഈ സിഗ്മോയിഡ് കർവ് ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അറിയാത്തവർ അതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ, ഈ കർവിന്റെ എക്സ് ആക്സിസിൽ സമയം ആണെന്ന് വിചാരിക്കുക, വൈ ആക്സിസിൽ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ സീ എ കണ്ടന്റ്. ഉദാഹരണത്തിന് ഞാൻ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. ആ വീഡിയോ ഇന്ന് 10-11 മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പോൾ എക്സ് ആക്സിസിൽ 11 മണി, 12 മണി, 1 മണി, 2 മണി അങ്ങനെ പോകും. വൈ ആക്സിസിൽ 10 വ്യൂസ്, 20 വ്യൂസ്, 30 വ്യൂസ് അങ്ങനെ പോകും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഗ്രാഫിനെ മനസ്സിലാക്കുന്നതെങ്കിൽ ഏതൊരു വൈറൽ കണ്ടന്റ് ഇങ്ങനെയായിരിക്കും, അല്ലെ, ജിമ്മിക്ക് കമ്മലോ അല്ലെങ്കിൽ ഏതൊരു പാട്ടോ ഏതൊരു സംഗതി ചെയ്യുകയാണെങ്കിലും ഈ വൈറലാകാന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, അല്ലെ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പന്റെ കാർഡെടുത്ത് ബാംഗ്ലൂരിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൈറൽ. അല്ലെങ്കിൽ കരിക്കിന്റെ വീഡിയോസ് ദേ ആർ വൈറൽ. ഈ എന്ത് വൈറൽ ആവുകയാണെങ്കിലും അത് സിഗ്മോയിഡ് കർവ് ഫോളോ ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. അപ്പോൾ
ഒരു സംഗതി വൈറലായി എന്നുള്ളത് അതിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നില്ല, അതിന്റെ നന്മയെ സൂചിപ്പിക്കുന്നില്ല, എന്നതുപോലെ തന്നെ അതിന്റെ തിന്മയെയും അതിന്റെ ദൂഷ്യവശങ്ങളെ സൂചിപ്പിക്കുന്നില്ല. വൈറലാകുക എന്നുള്ളത് നമ്മൾ പറയില്ലേ, ആഹാ ഈ കാർ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഈ കാറിന്റെ കളർ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഈ കണ്ടന്റ് വൈറൽ, അത്രയേ ഉള്ളൂ. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തി എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നത് ഒരു സംഗതി നല്ലതാണെന്നതിന്റെയോ ചീത്തയാണെന്നതിന്റെയോ അടയാളമല്ല. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഓൺലൈൻ ക്രൗഡ്സ്. ഓൺലൈൻ ക്രൗഡ് എന്ന് പറയുമ്പോൾ again we have to be very careful about this point. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, മറിയ ഷറപ്പോവയെ അബ്യൂസ് ചെയ്ത ആളുകൾ. നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് ആളുകളെ കുറിച്ച് കമന്റ് ചെയ്യുക? അപ്പൊ ബോഡി ഷേമിങ് നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു സംഗതിയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പറയാറില്ല, അയ്യോ നീ എന്തൊരു കറുത്തിട്ടാ, നീ തീരെ പൊക്കമില്ലല്ലോ, എന്തൊരു വണ്ണ. ഇത് ഫിലിം ആക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം അല്ലേ. വി ഷുഡ് റെസ്പെക്ട് ഈച്ച് വൺസ് ഇൻഡിവിജ്വാലിറ്റി. നമ്മൾ ആളുകളുടെ ഇൻഡിവിജ്വാലിറ്റിയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത്. ഓൺലൈൻ ക്രൗഡ് ഇത്ര ആളുകൾ അയാളെ കുറിച്ച് കുറ്റം പറഞ്ഞല്ലോ എന്ന് എനിക്ക് പറയണമെന്ന് ഒരു പുഷ് നമുക്ക് തരായിരിക്കും അല്ലേ. വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി കറുത്തത്, വെളുത്തത്, ഉയരുള്ളത്, തടിച്ചത്, മെലിഞ്ഞത് ഇതൊക്കെ തെറ്റാന്ന് നമുക്ക് അറിയാം. ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര പോലും സൂക്ഷ്മമായി നമ്മുടെ ഭാഷ, ഉദാഹരണത്തിന് ഇയാളെന്തൊരു നേതാവാ, നട്ടലുള്ള നേതാവ് അങ്ങനെ സംസാരിക്കും എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. യഥാർത്ഥത്തിൽ നട്ടല് എന്നുള്ളത് കണ്ണ്, മൂക്ക്, കാത് എന്ന് പറയുന്നത് പോലെ ശരീരത്തിന്റെ ഒരു അവയവം മാത്രമാണ്. നട്ടലില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ, നട്ടലിന് ക്ഷതമുള്ള അല്ലെങ്കിൽ സ്ട്രൈറ്റ് അല്ലാത്ത നട്ടലിൽ ഒരു രോഗാവസ്ഥയായുള്ള എത്രയോ ആളുകളുണ്ട്. അപ്പോൾ നട്ടലില്ലാത്ത ആളുകൾ എന്ന പ്രയോഗം എത്രമാത്രം വൃത്തികെട്ട പ്രയോഗമാണ്. ഉദാഹരണത്തിന് നോക്കൂ, എ എന്ന പുരുഷൻ ബി എന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയാം അല്ലെ, എന്ന് സങ്കല്പിക്കുക. എ എന്ന പുരുഷൻ ബി എന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, ദാറ്റ്സ് ഇറ്റ്, അത്രേ സംഭവിച്ചുള്ളൂ. ബി എന്ന സ്ത്രീയുടെ മാനത്തിന് ഒരു ഭംഗവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഭാഷ എന്ന നിലയിൽ, നമ്മുടെ പ്രയോഗങ്ങൾ എന്ന രീതിയിൽ ഒരു ഓൺലൈൻ ക്രൗഡിന്റെ ഭാഗമായി, വെറും ക്രൗഡ് ആകുമ്പോഴും ഓൺലൈൻ ക്രൗഡിനായി ഭാഗം ആകുമ്പോഴും നമ്മുടെ പ്രയോഗങ്ങൾ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആകണം. ഒരു ബലാത്സംഗം നടക്കുമ്പോൾ അത് ബലാത്സംഗം മാത്രമാണെന്നും എ ഒരു ക്രിമിനൽ ആണെന്നും ബിയുടെ മാനത്തിന് ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആളുകളുടെ നിലപാടുകളെയാണെന്നും ആളുകളുടെ മാതാപിതാക്കളുടെ മതമോ ആളുകളുടെ സ്വദേശമോ ആളുകളുടെ ജന്മദേശമോ തൊഴിയുടെ നിറമോ ശരീരത്തിന്റെ ആകൃതിയോ ആയിരിക്കരുത് എന്നും നമുക്ക് ഒരു ബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതാണ് പറയാനുള്ളത്. കമ്മിങ് ബാക്ക് ടു ദ പ്രസന്റേഷൻ ഒക്കെ, എനിക്ക് തോന്നുന്നു അക്ഷയുടെ ചോദ്യം എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്, ഈ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുള്ളൂ എന്ന് യൂട്യൂബ് പറയുന്നതായിട്ട് അക്ഷയ് മനസ്സിലാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ യൂട്യൂബ് അങ്ങനെ പറയുന്നില്ല. സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്നുള്ളത് നിങ്ങൾ നല്ല കണ്ടന്റ് ഉണ്ടാക്കുകയും നല്ല കണ്ടന്റിന് ആവശ്യക്കാരുണ്ടാകുമ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുക. നേരത്തെ സൂചിപ്പിച്ച കരിക്കിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ അതാണ്. അല്ലാതെ ഇന്ന സമയം കൊണ്ട് ഇത്ര വീഡിയോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂടില്ല. നിങ്ങളുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ ഇറ്റ് ക്യാൻ അട്രാക്ട് പീപ്പിൾ ഓൺ ടു യുവർ യൂട്യൂബ് ചാനൽ. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്റെ സ്ക്രീന് കാണാൻ പറ്റുമെന്ന് മനസ്സിലാക്കാണ്. അണ്ടർസ്റ്റാൻഡിങ് മീഡിയ 2. ഇറ്റ്സ് ലാസ്റ്റ് സ്ലൈഡ്, സോറി, ഇറ്റ് ഈസ് ബൈ മിസ്റ്റേക്ക് 2/3 എന്ന് കാണിക്കുകയാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ലാസ്റ്റ് സ്ലൈഡ്. കാണുന്നുണ്ടല്ലോ? അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് നേരത്തെ ഐശ്വര്യയും അതിനു മുമ്പ് നുഹയും ചോദിച്ചൊരു കാര്യം, എൻഡ് ഓഫ് പ്രൈവസി ആൻഡ് ദ ലാസ്റ്റ് സീക്രട്ട്. ഇതൊരു ടെഡ് ടോക്കിന്റെ ടൈറ്റിലാണ്. ഐ ഹാഡ് കോപ്പിഡ് ഫ്രം ദം. നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു മനസ്സിലാവുന്ന ഓർമ്മ വരുന്ന ഒരു പുസ്തകം ഉണ്ടായിരിക്കും, എൻഡ് ഓഫ് ദ ഹിസ്റ്ററി ആൻഡ് ലാസ്റ്റ് മാൻ അല്ലെ, ഫ്രാൻസിസ് ഫുക്കോയാമയുടെ അതിനെ മോഡൽ ചെയ്തിട്ടുള്ള ഒരു ടൈറ്റിൽ, എൻഡ് ഓഫ് പ്രൈവസി ആൻഡ് ദ ലാസ്റ്റ് സീക്രട്ട്. രണ്ടാമത്തത് ആഡ്സ് ആർ മോർ ദാൻ സ്റ്റാൻഡേർഡ് സ്പോക്സ് പേഴ്സൺ. മൂന്നാമത്തത് ആൽഗോരിതമിക് ബയസ്. സെക്കൻഡ് ലാസ്റ്റ് പ്രൊപ്രൈറ്ററി നേച്ചർ ഓഫ് ആൽഗോരിതംസ്, ബിഗ് ഡേറ്റ. ഇത് ഈ ഒരു ഓർഡർ ഞാൻ പാലിക്കുന്നില്ല, പകരം ഐ ക്യാൻ ഡു സംതിങ്. എൻഡ് ഓഫ് പ്രൈവസി ആൻഡ് ലാസ്റ്റ് സീക്രട്ട്. നോക്കൂ, നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അവസാനം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഉദാഹരണത്തിന് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്താ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത്. പക്ഷേ there are 2 people on my smartphone അല്ലെ, ഹെൽത്തിഫൈ എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, സാംസങ്ങിന്റെ ഹെൽത്ത് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. സാംസങ്ങിന്റെ ഹെൽത്ത് ആപ്പിന് പറയാം, ഹെൽത്തിഫൈ എന്ന ബാംഗ്ലൂർ ബേസ്ഡ് ഇന്ത്യൻ ആപ്പിന് പറയാം ഞാൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന്, ഞാൻ എപ്പോഴാണ് ഉറങ്ങിയതെന്നുള്ളത് എന്റെ ഫോണിലുള്ള മറ്റു 3 ആപ്പുകൾക്ക് അറിയാം. നമ്മുടെ പ്രൈവസിക്ക്, നമ്മുടെ ഈ ബേസിക്കലി പ്രൈവസി ഒരു മാൻമെയ്ഡ് കോൺസെപ്റ്റ് ആണ് അല്ലെ, ഒരു മനുഷ്യനിർമ്മിത സങ്കല്പമാണ് പ്രൈവസി. പ്രൈവസിക്ക് പല അർത്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടെന്ന് വിചാരിക്കാം, ഞാനത് ആരോടൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക? എന്റെ പാരന്റ്സ്, എന്റെ സിബ്ലിങ്സ്, എന്റെ പാർട്ട്ണർ. അല്ലാതെ ഞാൻ അടുത്ത വീട്ടിൽ പോയി പറയില്ല. അത് നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഈ മനുഷ്യനിർമ്മിതമായ സങ്കല്പമായ
പ്രൈവസി എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ പെരുമാറ്റം, എന്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, എന്റെ പാർട്ട്ണറിന് അടുത്ത് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത്, നിങ്ങളുടെ അടുത്ത് എങ്ങനെ ഇതൊക്കെ ഈ പ്രൈവസിയുമായിട്ടുള്ള സംഗതിയാണ്. ഈ പ്രൈവസി എന്നുള്ളത് നമ്മുടെ സോഷ്യൽ ലൈഫിനെ ബാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ഒരു വാട്സപ്പിൽ ഒരു ചിത്രം നിങ്ങൾക്ക് അയച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു ചിത്രം അയച്ചു തരുന്നു. ഇറ്റ്സ് ഫൈൻ, ഞാൻ ഹാപ്പിയാണോ, നിങ്ങളും ഹാപ്പിയാണോ. ഇനി ഞാൻ അയച്ചു തന്ന ഫോട്ടോഗ്രാഫ് ഒരു ചൈൽഡ് പോണോഗ്രാഫിക് പിക്കാണെന്ന് വിചാരിക്കുക. കുട്ടികൾ ഉൾപ്പെടുന്ന പോണോഗ്രാഫിക് പിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അഗെയിൻ ഐ ആം ഹാപ്പി, യു ആർ ഹാപ്പി, നമ്മൾ രണ്ടുപേരും ഹാപ്പിയാണ്. ബട്ട് ടുഗദർ വി ഹാവ് കമ്മിറ്റഡ് എ ക്രൈം. ഒരു ചൈൽഡ് പോണോഗ്രാഫിക് പിക്ക് ഫോട്ടോ വാട്സപ്പിൽ ഷെയർ ചെയ്യുക വഴി ടുഗദർ വി ഹാവ് കമ്മിറ്റഡ് എ ക്രൈം. നമ്മൾ രണ്ടുപേരും ക്രൈം ചെയ്തു. ഞാനത് അയച്ചു, നിങ്ങളത് റിസീവ് ചെയ്തു, യു ആർ ഹാപ്പി. ഇൻസ്റ്റെഡ് ഓഫ് റിപ്പോർട്ടിംഗ് ടു ദ ലോ ആൻഡ് ഓർഡർ ഓർഗനൈസേഷൻ, യു ആർ ഹാപ്പി. അപ്പൊ നമ്മൾ രണ്ടുപേരും ക്രൈം ചെയ്തത് ആർക്ക് മാത്രമേ അറിയൂ? വാട്സപ്പിന് മാത്രമേ അറിയുള്ളൂ. വാട്സപ്പ് നമുക്ക് പ്രോമിസ് ചെയ്യുന്ന കാര്യം എന്താ? എൻഡ് ടു എൻഡ് പ്രൈവസി, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ. ഇതാണ് വാട്സപ്പ് നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ രണ്ടുപേരും ക്രൈം ചെയ്തു എന്ന് വാട്സപ്പ് പോലീസിന് പരാതി പറയേണ്ടതുണ്ടോ? അങ്ങനെ പറയാ എന്നുള്ളത് ലോ ആൻഡ് ഓർഡറിന്റെ അത്യാവശ്യമാണ്. അങ്ങനെ പറയാതിരിക്കുക എന്നുള്ളത് വാട്സപ്പ് നമുക്ക് നമ്മുടെ പ്രൈവസിയുടെ ഒരു പ്രശ്നമാണ്. ഇതൊരു പുതിയ പ്രതിസന്ധിയല്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് കുറച്ചു മുമ്പ് ഓസ്ട്രേലിയയിലെ ഒരു ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിങ്ങൾക്ക് ഒരു പക്ഷെ ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മൾ ഞായറാഴ്ചകളിൽ ക്രിസ്തീയ മതവിശ്വാസികൾ പള്ളിയിലെ അടുത്ത് പോയി കുമ്പസരിക്കുമ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങൾ ക്രിസ്തുവിന്റെ പ്രതിനിധിയായ പ്രീസ്റ്റിന്റെ അടുത്ത് നമ്മൾ പറയും. പ്രീസ്റ്റ് എന്ത് ചെയ്യും? അത് ആരോടും പറയില്ല. കുമ്പസാര രഹസ്യങ്ങളായി തന്നെ ഇരിക്കണമെന്നാണ് ക്രിസ്തു മതവിശ്വാസം. പക്ഷെ ഞാൻ പോയി പ്രീസ്റ്റിന്റെ അടുത്ത് പറയുന്നത് ഞാനൊരു ക്രൈം ചെയ്തു എന്നാണെങ്കിൽ ഓസ്ട്രേലിയൻ ലെജിസ്ലേഷന്റെ ചർച്ചയിൽ ഇതായിരുന്നു: priest should inform local police authorities about crimes committed by believers. വിശ്വാസികൾ പ്രീസ്റ്റിന്റെ അടുത്ത് വന്ന് അവർ ചെയ്ത ക്രൈമുകളെ കുറിച്ച് കുമ്പസരിക്കുമ്പോൾ, കൺഫ്യൂസ് ചെയ്യുമ്പോൾ ലോ ആൻഡ് ഓർഡർ ഓർഗനൈസേഷൻസ് അറിയിക്കണം എന്നാണ് ലെജിസ്ലേഷന്റെ താല്പര്യം. അപ്പോൾ ഈ പ്രതിസന്ധി പുതിയതല്ലെങ്കിലും ടെക്നോളജി ഈ പ്രതിസന്ധിയെ കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആഡ്സ് ആർ മോർ ദാൻ സ്റ്റാൻഡേർഡ് സ്പോക്സ് പേഴ്സൺ ഞാൻ നേരത്തെ പാർലേജിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. പ്രൊപ്രൈറ്ററി നേച്ചർ ഓഫ് ആൽഗോരിതംസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ എന്താണ് വാട്സപ്പ് പറയണോ വേണ്ടോ എന്നുള്ള വാട്സപ്പിന്റെ പ്രൊപ്രൈറ്ററി നേച്ചർ. പലപ്പോഴും ഈ ഇന്ത്യയിൽ ഇതിന്റെ കമ്പനികളുടെ ഒക്കെ വളരെ ചെറിയൊരു വേർഷൻ മാത്രമാണ് ഉണ്ടാവുക. ഓണർഷിപ്പ് എപ്പോഴും അതിന്റെ ഒറിജിൻ ഓഫ് ദ കൺട്രി ഓഫ് ഒറിജിനിലായിരിക്കും ഉണ്ടാകുക. പിന്നെ ഒന്ന് ബിഗ് ഡേറ്റ. ഉദാഹരണത്തിന് നിങ്ങൾ 180 പേര് ഗൂഗിൾ മീറ്റിലുണ്ട്, പക്ഷെ ഞാൻ പോൾ ചോദിച്ചപ്പോൾ നിങ്ങൾ 40 പേരെ റിപ്ലൈ ചെയ്തോളൂ. അപ്പൊ ഞാൻ നിങ്ങളുടെ ടീച്ചർ അടുത്ത് പറയാണ് 40 പേര് മാത്രമേ മര്യാദയ്ക്ക് ചെയ്തിട്ടുള്ളൂ, ആ 40 പേരുടെ പേര് ഇതാണ്, ബാക്കി ഉള്ള ആളുകളുടെ അറ്റൻഡൻസ് നിങ്ങൾ കട്ട് ചെയ്യണം എന്നൊക്കെ പറയാം. ബിഗ് ഡേറ്റയുടെ ഗുണവും ദോഷവും. ഇനി ഇതിൽ ഞാൻ കൂടുതൽ പറയാതെ 2 പോയിന്റിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് ആൽഗോരിതമിക് ബയസ്, രണ്ടാമത്തെ പോയിന്റ് ബിഗ് ഡാറ്റ എന്നുള്ളത്. ഇതിന്റെ മോശം വശങ്ങളും നല്ല വശങ്ങളും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബട്ട് ഐ വാണ്ട് യു ടു എക്സ്പീരിയൻസ് ഇറ്റ്. ഓക്കെ, സോ ഐ ആം സ്റ്റോപ്പിംഗ് മൈ പ്രസന്റേഷൻ. ഇൻസ്റ്റെഡ് വി വിൽ ടോക്ക്. ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് യുവർ മൊബൈൽ ഫോൺ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രൗസർ എടുക്കുക. ഗൂഗിളോ മൊസില്ലയോ ടോറോ വാട്ട് എവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രൗസർ എടുക്കുക. ഓൾ ഓഫ് യു പ്ലീസ്. ഇനി നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഇതാണ്: അമേരിക്കയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യണം. അമേരിക്കയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രൗസർ എടുത്തതിന് ശേഷം നിങ്ങൾ ഗൂഗിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ, മൊസില്ലയോ ഏതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സെർച്ച് എഞ്ചിൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രൗസറിലെടുത്ത് നിങ്ങൾ അമേരിക്കയിലെ സിഇഒസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർച്ച് ചെയ്യാം. ലൈക്ക് US CEO, ഇമ്പോർട്ടൻറ്റ് CEOs ഓഫ് അമേരിക്ക, അമേരിക്കൻ CEOs, അല്ലെങ്കിൽ അമേരിക്കൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് അത് ഇമേജ് സെർച്ച് ആക്കുക. നിങ്ങൾ സെർച്ച് ഇമേജസ് മാത്രം ചെയ്യാം. ഇനി എൻ്റെ ചോദ്യം ഇതാണ്: അതിൽ ആദ്യത്തെ 10 ഇമേജസിൽ എത്ര പുരുഷന്മാരുണ്ട്, എത്ര സ്ത്രീകളുണ്ട്? പ്ലീസ് കമന്റ് ഓൺ ദ ചാറ്റ് ബോക്സ്. അതിൽ ആദ്യത്തെ 10 ഇമേജസിൽ എത്ര സ്ത്രീകളുണ്ട്, എത്ര പുരുഷന്മാരുണ്ട്? ജസ്റ്റ് കൗണ്ട് ആൻഡ് ഗിവ് മീ ഓൺ ദ ചാറ്റ് ബോക്സ്. ഫൈൻ. ഇനി വാട്ട് ഐ ഹാവ് ടു ടെൽ യു ഈസ് ദാറ്റ് അമേരിക്കയിൽ 26% CEOs സ്ത്രീകളാണ്. അമേരിക്കയിൽ 26% CEO സ്ത്രീകളാണ്.
And when you search images of CEOs, എനിക്ക് തോന്നുന്ന ഇൻഷ മാത്രമാണ്, കംപ്ലീറ്റ് ഞാൻ ചെക്ക് ചെയ്തില്ല, പക്ഷെ ഫാത്തിമ ഇൻഷ മാത്രമാണ് 6 സ്ത്രീകളും 4 പുരുഷന്മാരെന്ന് പറഞ്ഞത്. ബാക്കിയുള്ള ആളുകളിൽ അധിക ആളുകളുടെയും ഏറ്റവും ഒടുവിൽ നോക്കൂ, സുഹറയും ഷഹാദയും ചെയ്യുന്നത് 8 മെയിൽസ്, ഷഹാദിൽ 23 മെയിൽസ്, ജസ്റ്റ് 3 ഫീമെയിൽസ്. അതായത് 26% CEOs ഉള്ള ഒരു നാട്ടിൽ നന്നേ ചുരുങ്ങിയത് 3 ഇമേജസ് എങ്കിലും സ്ത്രീകളുടേത് ആവണമായിരുന്നു. വളരെ കുറച്ച് പേരുടെ കാര്യത്തിലാണ് അങ്ങനെ കൃത്യമായി ആ ഒരു പ്രപ്പോർഷൻ അനുസരിച്ച് വന്നത്. So I am making a statement. Google is anti-women. Google is anti-women. Google സ്ത്രീകൾക്കെതിരെ വിവേചനം നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് നടത്താണ്. Do you agree with me or not? Yes or no? Please comment. All you are agreeing with me and that is correct. Only one person is saying no, 1 or 2 persons. സോ ഇത് എന്റെ കണ്ടുപിടുത്തമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. 2006-ലോ 2007-ലോ നടന്നൊരു പഠനമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനുപം ദാസ് എന്ന പേരുള്ള ഒരു സ്കോളറാണ് ഈ പഠനം നടത്തിയത്. ഗൂഗിളിലെ ആൽഗറിതമിക് ബയസ്, അല്ലെ, ആൽഗറിതം എങ്ങനെയാണ് ആളുകളെ വേർതിരിക്കുന്നത്, ആളുകൾക്ക് അത് ഇപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്, ലൈക്ക് നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ അക്ഷയ വഴി വാങ്ങുമ്പോൾ ഞാനും നൗഷാദ് സാറും ഒരുമിച്ച് അപ്ലൈ ചെയ്തു. അപ്പോൾ ആൽഗരിതത്തിന് കൺഫ്യൂസ്ഡ് ആയി, ആർക്ക് ആദ്യം കൊടുക്കണം, നൗഷാദിന് കൊടുക്കണോ റബിക്ക് കൊടുക്കണോ, നൗഷാദിന് കൊടുക്കണോ? ആൽഗരിതം എങ്ങനെ തീരുമാനം എടുക്കും? ആൽഗരിതം എന്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കും? സോ ആൽഗരിതം ഉണ്ടാക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ആൽഗരിതത്തിൽ റിഫ്ലക്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഗൂഗിൾ ഇമേജ് സെർച്ചിൽ വേണ്ടത്ര പ്രാതിനിധ്യം സ്ത്രീകൾക്ക് ലഭിക്കാത്തത് പോലെ ഗൂഗിൾ സെർച്ചിൽ CEOs നിങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിളിന്റെ റിസൾട്ട്സിൽ വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കാത്തത് പോലെ നിങ്ങൾക്ക് എല്ലാ ആൽഗരിതവും എല്ലാ സോഫ്റ്റ്വെയർസും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വെറുതെ ഒരു കാര്യം ചെയ്യാം. സൗത്ത് ഇന്ത്യ എന്ന് ഗൂഗിളിൽ ഇമേജ് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, എന്നിട്ട് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുക. സൗത്ത് ഇന്ത്യയെ കുറിച്ച് നിങ്ങളുടെ പഴയ സെർച്ച് ഹിസ്റ്ററി എന്തായിരിക്കുമോ അതനുസരിച്ച് റിസൾട്ട് ഗൂഗിളിൽ കിട്ടും. നേരെ മറിച്ച് വിക്കിപീഡിയയിൽ സൗത്ത് ഇന്ത്യ എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മൾ എന്ത് കാര്യം സെർച്ച് ചെയ്യുമ്പോഴും, അല്ലെ, ചിലപ്പോൾ നമുക്ക് നമ്മളാണ് ശരി എന്നിങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്ത് ഉദാഹരണത്തിന് ഞാൻ ഈ ഭൂമി പരന്നത് പൊട്ടത്തരത്തിൽ വിശ്വസിച്ച് ഞാൻ ആദ്യം സെർച്ച് ചെയ്യും. ആരൊക്കെ അങ്ങനെ പറയുന്ന സയന്റിസ്റ്റുകൾ, ഏതൊക്കെ ലോകത്തിന്റെ പ്രസിഡന്റ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എത്ര മതപണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞതാണെന്ന്, ഇതിന് ഏതെങ്കിലും ബുക്കുണ്ട്? അങ്ങനെ സെർച്ച് ചെയ്ത് ഉദാഹരണത്തിന് ടെമ്പറേച്ചറിന് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് വരെ പൂനെയിൽ ഇന്ന് രാവിലെ 11 ഡിഗ്രി ആണെന്ന് വരാം. അത് നിങ്ങൾ ചെയ്യുമ്പോൾ തിരുവല്ലങ്ങാടിയിലെ 28-30 ഡിഗ്രി എന്ന് കാണിക്കും. എന്റെ സെർച്ച് ഹിസ്റ്ററി, നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി നമ്മുടെ സെർച്ച് റിസൾട്ട്സിനെ ഡ്രൈവ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ബി കെയർഫുൾ ആസ് എ ലിസണർ. കമ്മ്യൂണിക്കേഷൻ പോളിസീസിന്റെ ഇൻഫ്ലുവൻസിൽ വി ഷുഡ് നോട്ട് ബി മാനിപ്പുലേറ്റഡ്. നമ്മൾ ഒരിക്കലും മാനിപ്പുലേറ്റഡ് ആകാൻ പാടില്ല. അതാണ് ഞാൻ ഈ എക്സാമ്പിൾ പർപ്പസ്ഫുള്ളി നിങ്ങളെ കൊണ്ട് ഇതിന്റെ റിസൾട്ട് ഓൾറെഡി നോൺ ആണ്. എന്നിട്ടും ഐ വാണ്ടഡ് ഓൾ യു ടു എക്സ്പീരിയൻസ് ദാറ്റ് ദിസ് സ്റ്റഫ് എക്സിസ്റ്റ്, ഇങ്ങനെയുള്ള സംഗതികൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഈ ഒരു ടോപ്പിക് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ വെൽക്കം ചെയ്യാം. അതിനു മുമ്പ് ഇൻ ദ ബിഗിനിങ് യു ടോൾഡ് മീ സംതിങ് ലൈക്ക് ദിസ്. ഈ FTA കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞു, അല്ലെ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച്. Do you really think someone going to college and after 3-4 years do you really think that she will become an actor? Someone will become a cinematographer? Is that possible? അത് നടക്കുന്ന കാര്യമാണോ? 3 വർഷം ഒരാൾ കോളേജിൽ പോയി തിരിച്ചു വരുമ്പോൾ wow, he is an actor. ഇത് നടക്കുന്ന കാര്യമാണോ? You can reply on chat. I'm watching it. ഇതൊക്കെ പോസിബിൾ ആണോ? ഐ എം ആസ്കിങ് യു, ഇസ് ദാറ്റ് പോസിബിൾ? ഒരു കോളേജിൽ പോവുക, 2-3 വർഷം പഠിക്കുക, എന്നിട്ട് ഒരാൾ നടിയാകുക, വേറൊരാൾ ഡയറക്ടർ ആകുക. ഇസ് ഇറ്റ് പോസിബിൾ? പോസിബിൾ ആണോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളതോ, അടൂർ ഗോപാലകൃഷ്ണൻ FTAയിൽ നിന്നാണ് സിനിമ പഠിച്ചത്. ഏറ്റവും ഒടുവിൽ രാജ്കുമാർ റാവും വിനയ് ഫോട്ടോ ഒക്കെ FTAയിൽ നിന്നാണ് സിനിമ പഠിച്ചിട്ടുള്ളത്. ബാംഗ്ലൂർ ഡേയ്സിന്റെ ഡയറക്ടർ ആരായിരുന്നു? ബാംഗ്ലൂർ ഡേയ്സ് ഉസ്താദ് ഹോട്ടൽ. ഷീസ് എ ഗ്രാജുവേറ്റ് ഫ്രം അനദർ ഫിലിം സ്കൂൾ, ലണ്ടൻ ഫിലിം സ്കൂളിൽ നിന്നോ മറ്റാണ് പഠിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ
ഒരാൾക്ക് 3 വർഷം കൊണ്ട് ഇക്കണോമിക്സ് മനസ്സിലായി, ഇക്കണോമിക്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് സവാളയുടെ വില കൂടുന്നത് എക്സ്പോർട്ടിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഹസീബ് ഇസ് എ പ്രൊഫസർ ഓഫ് ഹിസ്റ്ററി, 1707 ഔറംഗസീബ് മരിച്ചപ്പോൾ ഇന്ത്യ മോഡേൺ ഇന്ത്യ ആയോ, അതോ 1857 റിവോൾട്ടിന് ശേഷമാണോ, അതോ ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷമാണോ എന്നൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ 4 വർഷം കൊണ്ട് ഒരാൾക്ക് കോളേജിൽ പോയിട്ട് ലോയർ ആവാൻ പറ്റുമെങ്കിൽ 5.5 വർഷത്തെ ട്രെയിനിങ് ഒരാളെ ഡോക്ടർ ആക്കുമെങ്കിൽ ട്രെയിനിങ് ക്യാൻ മേക്ക് യു ആക്ടർ, training can make you director, cinematographer, editor. We have got good results. ഈ സ്ഥാപനം എന്ന് പറയുന്നത് FTA എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച 10 സിനിമാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഏഷ്യയിൽ ഒന്നാമത്തേതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്തരത്തിലുള്ള ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ട്രെയിനിങ് ക്യാൻ മേക്ക് യു എവറിഥിങ്. നമ്മുടെ മാർക്ക് ട്വൈൻ ഫേമസ് US ഹ്യൂമറിസ്റ്റ് ആണല്ലേ, അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കോളിഫ്ലവർ ഈസ് നത്തിങ് ബട്ട് കാബേജ് വിത്ത് കോളേജ് എഡ്യൂക്കേഷൻ. കാബേജിന് കോളേജ് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോളിഫ്ലവർ ആവുന്നു. അതായത് ട്രെയിനിങ് ഈസ് എവറിത്തിങ്. നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്, അതാണ് തുടക്കത്തിൽ പ്രിൻസിപ്പൾ സൂചിപ്പിച്ച കാര്യം. നമുക്ക് ഈ സ്വപ്നം കാണാൻ അറിയണം അല്ലേ. എന്തെങ്കിലും സ്വപ്നം കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രാജുവേഷൻ വേണം, സിവിൽ സർവന്റ് ആകണം. ഇതൊക്കെ ഞാൻ സിവിൽ സർവന്റ് ആകണം എന്ന് ആഗ്രഹിച്ചു, കിട്ടി. പക്ഷെ ഐ റിയലൈസ് അത്രയൊന്നും ആഗ്രഹിച്ചാൽ പോരായിരുന്നു. വി ഷുഡ് ഹാവ് സൂപ്പർ ബിഗ് ഡ്രീംസ് അല്ലേ. എന്താ നമുക്ക് ഡ്രീം ചെയ്യാൻ പ്രശ്നം? ഞാൻ ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആകണം എന്നെനിക്ക് ആഗ്രഹിക്കാൻ എന്താ ബുദ്ധിമുട്ട്? നോ പ്രോബ്ലം. വി ഹാവ് ഗോട്ട് അവർ ഓൺ റെസ്ട്രിക്ഷൻ. നമ്മൾ തന്നെ നമ്മളെ ലിമിറ്റ് ചെയ്യുക അല്ലെ. നമ്മൾ എന്നും കേൾക്കുന്ന വിഷയമാണ് നമ്മുടെ നാട്ടിൽ പെട്രോളിന് വില കൂടുന്നു, ഡീസലിന് വില കൂടുന്നത്. ഹാവ് യു എവർ തോട്ട് ഓഫ് ഡൂയിങ് എ റിസർച്ച് ഓൺ സോളാർ എനർജി? എത്ര ലാബ്സ് ഇന്റർനാഷണലി അത്തരം പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്ട് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? വി വിൽ പ്ലാൻ അബൌട്ട് എ JRF ആഫ്റ്റർ ക്വാളിഫിങ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾ വലുതാവണം. ഈ FTA കാര്യത്തിലാണ് തന്നെ പറയുന്നത്. അങ്ങനെ ഈ FTA എന്ന് പറയുന്നത് ഒരു 107 സീറ്റാണ് ഒരു വർഷമുള്ളത്. ഇവിടുത്തെ FTA ആക്ടിംഗ് കോഴ്സിൽ 12 വിദ്യാർത്ഥികളെ എടുക്കൂ. ഇവിടുത്തെ ഡിറക്ഷൻ കോഴ്സിന് 10 വിദ്യാർത്ഥികളെ എടുക്കൂ. ഇവിടുത്തെ സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗ് കോഴ്സിന് 10 വിദ്യാർത്ഥികളെ, 11 കോഴ്സുകളിലായി 107 വിദ്യാർത്ഥികളെ ആണ് ഒരു വർഷം ഇവിടെ എടുക്കുക. ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്തേക്കാണ് FTA നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. നിങ്ങൾക്ക് FTAയിൽ 2 തരത്തിൽ വരാം. ഒന്ന് FTAയുടെ റെഗുലർ കോഴ്സസ് ആണ്. റെഗുലർ കോഴ്സസ് 3 വർഷത്തെ കോഴ്സസ് ഉണ്ട്, 2 വർഷത്തെ കോഴ്സസ് ഉണ്ട്, 1 വർഷത്തെ കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഒരു എൻട്രൻസ് ഉണ്ട്. ജെറ്റ് എന്നാണ് എൻട്രൻസിന്റെ പേര്, ജോയിന്റ് എൻട്രൻസ് ടെസ്റ്റ്. ജെറ്റ് എന്നാണ് ആ എൻട്രൻസിന്റെ പേര്, ജോയിന്റ് എൻട്രൻസ് ടെസ്റ്റ്. ഇതിന്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് ക്വാളിഫൈ ചെയ്യുന്ന മുറക്ക് 3 ഇയർ കോഴ്സ്, 2 ഇയർ കോഴ്സ്, 1 ഇയർ കോഴ്സ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർഡ് കോഴ്സ് അല്ല വേണ്ടി വരും. നിങ്ങൾ ഒരു ഫിലിം മേക്കർ ആകണമെന്ന് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. യു വുഡ് ബി എ യൂട്യൂബർ ബട്ട് യു വുഡ് ഹാവ് സം ഡൗട്ട്സ് അബൌട്ട് സൗണ്ട്. ഉദാഹരണത്തിന് ഈ 9 മണിക്കുള്ള കോമഡി ഷോ കൊണ്ട് ചിരി വരാത്തൊരു അവസ്ഥയില്ലേ നമുക്ക്? Why that's happening? 9 മണിക്ക് കോമഡി ഷോ കണ്ടിട്ട് നമുക്ക് ആർക്കും ചിരി വരുന്നില്ല. ബിക്കോസ് നോ വൺ നോസ് ഹൗ ടു റൈറ്റ് എ സ്ക്രിപ്റ്റ്. നല്ല സ്ക്രിപ്റ്റ് ആണ് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. സ്ക്രീൻ റൈറ്റിംഗിൽ നമ്മൾ ട്രെയിൻഡ് അല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്ക്രീൻ റൈറ്റിംഗ് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് 9 മണിക്കുള്ള കോമഡി ഷോക്ക് ചിരി വരാത്തത്. അല്ലെങ്കിൽ നമ്മൾ ഈ ന്യൂസ് ഷോസ് ഒക്കെ കാണിക്കുമ്പോൾ അയ്യോ ഈ ക്യാമറ അങ്ങനെയാണോ വെക്കേണ്ടത്, അയാളുടെ മൂക്കാണല്ലോ കാണുന്നത്, ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ നല്ല രീതിയിൽ നമുക്കൊരു ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പോൾ സിനിമ, എന്റർടൈൻമെന്റ്, TV ഇതൊക്കെ ഒരുപാട് ഓപ്ഷൻസും പോസിബിലിറ്റീസും ഉള്ള സംഗതികളാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് ഷോർട്ട് കോഴ്സസ് ഓൺലൈനായും ഓഫ്ലൈനായും FTA നടത്തുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് FTAയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ അവൈലബിൾ ആണ്. ഇതിൽ ചില കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ. ഉദാഹരണത്തിന് ഫിലിം അപ്രീസിയേഷൻ, എങ്ങനെയാണ് ഒരു സിനിമയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ അല്ലെ, ഇവിടെ ഞാൻ ഈ എൻ്റെ മുറിയിൽ 60 ഫയൽ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു ഫയലും കാണാത്തത് ഞാൻ ഫിലിം അപ്രീസിയേഷനിൽ ട്രെയിൻഡ് ആയതുകൊണ്ടാണ്. എങ്ങനെ ലാപ്ടോപ്പ് എങ്ങോട്ട് വെക്കണമെന്ന് ഇവിടെ അലമ്പായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. ബട്ട് യു സ്റ്റിൽ യു ആർ സീയിങ് what on my background there is something bluish which is designed by art direction department ലാണ് ഡിസൈൻ. because I have that sense that you should be seeing something decent അല്ലെ. ഇങ്ങനെ ഈ ഒരു ബോധം, ഈ ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ എങ്ങനെ സ്ക്രീൻ റൈറ്റിംഗ് എങ്ങനെയാണ്. ഈവൻ വി ഹാവ് ഓൺലൈൻ കോഴ്സ് ഫോർ ആക്ടിങ്. ആക്ടിങ്ങിന്റെ ബേസിക്സ് ഒരാൾ മനസ്സിലാക്കുന്ന, ഉദാഹരണത്തിന് നിങ്ങൾ കോളേജിൽ ഒരു നാടകം ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ. വി ഹാവ് ഗോട്ട് ഗ്രേറ്റ് ടീച്ചേഴ്സ് ലൈക്ക് right now our course film appreciation is going on. Aruna Rajay Patil ആണ് കോഴ്സിന്റെ ഡയറക്ടർ. Aruna Rajay Patil FTAയിലെ ഗോൾഡ് മെഡലിസ്റ്റും ഇന്ത്യയിലെ ആദ്യത്തെ വിമൻ ഫിലിം ടെക്നീഷ്യനുമാണ്. 5 നാഷണൽ ഫിലിം അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 തരത്തിൽ, ഒന്ന് റെഗുലർ കോഴ്സായി അല്ലാതെ ഷോർട്ട് ഓൺലൈൻ കോഴ്സസ് ആയിട്ട് FTAയിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ടോപ്പിക്കായും അല്ലാണ്ടായും പറയാനുള്ളത്.
നിങ്ങൾക്ക് സിവിൽ സർവീസിനെ സംബന്ധിച്ച് ചോദിക്കുക. സാർ എക്സ്പീരിയൻസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സിവിൽ സർവീസ് എക്സാമിൽ പ്രിലിംസ്, മെയിൻസ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ക്ലിയർ ചെയ്ത് IAS നേടിയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ബ്യൂറോക്രാറ്റായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ചോദിക്കാം, മെയിൻസിന്റെ എക്സ്പീരിയൻസ് ചോദിക്കാം. ഐശ്വര്യ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സ്റ്റെഫാനി ബുസാരിയുടെ ഒരു വീഡിയോയുടെ യൂട്യൂബ് ലിങ്ക് ഐ എം ഷെയറിംഗ്. യു ക്യാൻ വാച്ച്. യു ക്യാൻ കീപ് ദ ലിങ്ക് റൈറ്റ് നൗ ബിക്കോസ് the chat will disappear after the meeting. Aishwarya, what are the impacts when sites like Netflix are under direct control of ministry? We should understand like this. My friend, he was CBFC regional officer, Karnataka, Bangalore CBFC officer, and he's decided that one cinema which was talking about gay relationship between two individuals and one was a young boy should not be screened in theaters. Theaters രണ്ട് പുരുഷന്മാരുടെ റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. അതിൽ ഒരു കുട്ടിയാണ്, ഹി ഈസ് നോട്ട് എ മാൻ, യങ് ബോയ്. ആ സിനിമ കാണിക്കേണ്ടതില്ല എന്ന് CBFC സെൻസർ ബോർഡ് തീരുമാനിക്കുകയും ആഫ്റ്റർ 2 weeks ഇറ്റ് ഗോട്ട് റിലീസ്ഡ് ഓൺ എൻ OTT പ്ലാറ്റ്ഫോം. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമിൽ അത് റിലീസ് ചെയ്തു. സോ ബേസിക്കലി there are two aspects. ഒന്ന്, there should be some codes. ചില കോഡുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ കോഡ് എന്തൊക്കെ ഡീല് ചെയ്യണം എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അപ്പൊ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അപ്പൊ ഞാനിതിനെ മനസ്സിലാക്കുന്ന ഒരു വെൽക്കം സ്റ്റെപ്പായിട്ടാണ് ഈ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതൊരു പ്രീ സെൻസറിങ് ആവണമെന്നൊന്നും നിർബന്ധമില്ല, അല്ലേ? സിനിമകൾ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് സെൻസർ ബോർഡിന്റെ അപ്രൂവൽ വേണം എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊന്നും ആവണം നിർബന്ധമില്ല. ബട്ട് ദർ ഷുഡ് ബി സം സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ്. ഒരു പക്ഷേ അത്തരം ചെക്സ് ആൻഡ് ബാലൻസസ് ഇല്ലെങ്കിൽ ആളുകളുടെ പ്രൈവസി, ആളുകളുടെ സ്റ്റോറി, മോഷണം, സ്റ്റോറി ടഫ്, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളാകും. അതുകൊണ്ട് ഞാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എ വെൽക്കം സ്റ്റാപ്പ്. സൈബർ ബുള്ളിങ് ഈസ് എ ക്രൈം. സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ക്രൈമാണ്. റൈറ്റ് നൗ നമ്മുടെ കയ്യിലുള്ളത് IT Act 2000 IT Act അനുസരിച്ച് അതിനൊരു ക്രൈം ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സൈബർ ബുള്ളിങ്ങിന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്ന ആളുകളുടെ ബോഡി ഷെയ്മിങ്, ഇത്തരത്തിലുള്ള പ്രയോഗം മുതൽ നമ്മൾ യൂട്യൂബിലെയും ഫേസ്ബുക്കിലേക്ക് കമന്റ് സെക്ഷൻസ്, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ, ഈ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് പലപ്പോഴും പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ട പോലും ആകാറുണ്ട്. ഇതൊക്കെ നിയമപരമായി തെറ്റാണ്, ക്രൈം ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുക, ഒന്നാമത്. രണ്ടാമത്, നമുക്കെതിരെയാണ് ഒരു സൈബർ ബുള്ളിങ് ഉള്ളതെന്ന് വിചാരിക്കാം. നമുക്കെതിരെ സൈബർ ബുള്ളിങ് ഉണ്ടാകുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. യു ഷുഡ് നോട്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ തിങ്സ് വിച്ച് ആർ നോട്ട് ഡൺ ബൈ യു. ഉദാഹരണത്തിന്, എൻ്റെ ന്യൂഡ് വീഡിയോ യൂട്യൂബിൽ റിലീസായി എന്ന് കരുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോൺ വെബ്സൈറ്റിൽ റിലീസായി എന്ന് കരുതുക. എൻ്റെ ന്യൂഡ് വീഡിയോ ഒരു പോൺ വെബ്സൈറ്റിൽ റിലീസായി. ഇറ്റ് വാസ് നോട്ട് ഡൺ ബൈ മീ, ഇറ്റ് വാസ് ഡൺ ബൈ സംവൺ. ആരോ ഒളിഞ്ഞു ആളുടെ വോയർ സ്കിൽ കാണിക്കുന്നതിന്റെ ഭാഗമായി വീഡിയോ എടുത്ത് റിലീസ് ചെയ്ത് വിചാരിക്കുക. വൈ ഷുഡ് ഐ ബി കെയർഫുൾ ഓർ ബോധഡ് അബൌട്ട് ഇറ്റ്? ഞാൻ എന്തിനാണ് അതിനെക്കുറിച്ച് ബോധഡ് ആകേണ്ടത്? ഐ ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് മൈ പ്രൈവസി. ഞാൻ എൻ്റെ പ്രൈവസി പാലിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ കെയർഫുൾ ആകണം. എന്നിരുന്നാൽ പോലും എൻ്റെ ഫോട്ടോ വികൃതമാക്കി അല്ലെങ്കിൽ എൻ്റെ ഒറിജിനൽ ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുന്ന മറ്റൊരാളുടെ തെറ്റിൽ ഞാൻ ഒരിക്കലും ബോധേഡ് അല്ല. ഞാൻ ഒരിക്കലും അതിന് ഓണർഷിപ്പോ അതിന് അക്കൗണ്ടബിൾ അല്ല. ദാറ്റ്സ് എ ക്രൈം. ഐ വിൽ ഡീൽ ഇറ്റ് ലൈക്ക് ദാറ്റ്. അതിനൊരു ക്രൈം ആയിട്ട് തന്നെ മനസ്സിലാക്കി, അതിനൊരു ലോ ആൻഡ് ഓർഡർ ക്രൈസിസ് ആക്കി മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ വികൃതമാക്കിയതിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ. ഇൻസ്റ്റെഡ് യു ഷുഡ് ബി ബോൾഡ് അബൌട്ട് ഇറ്റ് ആൻഡ് യു ഷുഡ് ഗോ ഫോർ എ ലീഗൽ കോഴ്സ്. നിങ്ങളൊരു ലീഗലായി അതിനെ നേരിടുന്നതാണ് പറയാനുള്ളത്. അതാണ് ഒരു വ്യക്തി സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങുമ്പോൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പല സമയത്തും സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള സൈക്കോ ട്രീറ്റ്മെന്റ്, സൈക്കോ കൗൺസിലിംഗ് ഇതൊക്കെ വേണ്ടി വരും. അതിനെക്കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ട്, ഓപ്പൺ ആയിട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുക, സൈക്കോളജിക്കൽ ട്രെയിനിങ് തന്നെ ഭ്രാന്തന്മാരാണ്, ഭ്രാന്ത് മോശമാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്, അല്ലേ? ഭ്രാന്ത് അഗെയിൻ ഇറ്റ്സ് എ ഡിസീസ്. പനി വരുന്നത് പോലെ, ജലദോഷം വരുന്നത് പോലെ ഒരു അസുഖമാണ് ഭ്രാന്ത് എന്നൊക്കെ നമ്മൾ ഇനി എന്നാണ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ ന്യൂഡിറ്റിയെ കുറിച്ച് പറഞ്ഞത്. കാരണം ഒരുപാട് പേര് കൺസേൺ അബൌട്ട് ദയർ പ്രൈവസി. സോ നമ്മൾ ചെയ്യാതിരിക്കുക, ഇൻവോൾവ് ചെയ്യാതിരിക്കുക. സെക്കൻഡ് വൺ, നമ്മളത് ചെയ്യുമ്പോൾ അത് നേരിടാനുള്ള ഒരു ബോൾഡ്നെസ് നമുക്ക് ഉണ്ടാവണം. ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ഇറ്റ്? ദർ ആർ ടു തിങ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, യു ഷുഡ് നോട്ട് സൈബർ ബുള്ളിങ് അല്ല, ബുള്ളിങ് തന്നെ. അയ്യോ നീ കറുത്തിട്ടാണല്ലോ എന്ന് പറയാതിരിക്കുക. അല്ലെങ്കിൽ ആ സിനിമ കൊള്ളാം കാരണം നടൻ
ചുള്ളനാണ്, അങ്ങനെ പറയാതിരിക്കുക. ഇങ്ങനെ നമ്മുടെ ഭാഷ, നമ്മുടെ പ്രയോഗം ഇതൊക്കെ വളരെ വളരെ സൂക്ഷ്മമാക്കുക. നട്ടലില്ലാത്ത തീരുമാനം എന്ന് പറയാതിരിക്കുക, അല്ലെ? അതൊരു ഈ അടുത്ത് ഞാൻ വായിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. കാവ്യനീതി എന്ന് പറയാതിരിക്കുക. കാവ്യനീതിയല്ല, ഡിലേഡ് ജസ്റ്റിസ് ആണ്, അല്ലെ? ഒരു സമയത്ത് ഒരു ആൾക്ക് നീതി സമയത്ത് ലഭിക്കേണ്ടായിരുന്നു, അതുകൊണ്ട് കാവ്യനീതി എന്ന് പറയാതിരിക്കുക. നുഹ മാനഭംഗം എന്ന് പറയാതിരിക്കുക. മാനഭംഗം സംഭവിച്ചിട്ടേ ഇല്ല, സംഭവിച്ചത് ബലാത്സംഗം മാത്രമാണ്. ഇതൊന്നും പത്രമാധ്യമങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ ഒന്നും തിരുത്തില്ല. ഇതൊക്കെ നിങ്ങൾ തിരുത്തണം, നിങ്ങൾ മാത്രമേ തിരുത്തൂ. മത തീവ്രവാദം എന്ന് പറയാതിരിക്കുക, തീവ്രവാദം എന്ന് പറയുക, ക്രൈം എന്ന് പറയുക. ഇങ്ങനെ നിങ്ങളുടെ നമ്മൾ ഓരോരുത്തരുടെയും കെയർഫുൾ ആയിട്ടുള്ള ഇടപെടലുകൾക്ക് മാത്രമേ ബുള്ളിങ്ങിനെ ഇല്ലാതാക്കാൻ പറ്റൂ, ബുള്ളിങ് സൈബർ സ്പേസിൽ വരുന്നതിന് ഇല്ലാതാക്കാൻ പറ്റൂ. UPSC ബോർഡ് നമ്മുടെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യുന്നത് ചില ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇത് മാത്രമാണ് നമുക്ക് അവരുടെ മുന്നിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. പക്ഷെ അത് മാത്രമാണോ? നമ്മളുടെ വസ്ത്രധാരണം, നമ്മളുടെ സംസാരം, നമ്മൾ എത്രത്തോളം ഓപ്പൺ ആണ്. ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഐ ഡിഡ് മൈ ഗ്രാഡ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് പോസ്റ്റ് ഗ്രാഡ് ഇൻ ഹിസ്റ്ററി. മാത്തമാറ്റിക്സിൽ ഡിഗ്രി ചെയ്തിട്ട് ഹിസ്റ്ററിയിലാണ് പോസ്റ്റ് ഗ്രാഡ് ചെയ്തത്. അപ്പൊ ചെയർമാനാണ് ചോദിച്ചത്, യു നോ ലോട്ട് ഓഫ് ഹിസ്റ്ററി, പ്ലീസ് ടെൽ മീ ദ നെയിം ഓഫ് 2 persons who have learned all the history but still committed mistakes. ഹിസ്റ്ററി മുഴുവൻ പഠിക്കുകയും എന്നിട്ടും അബദ്ധങ്ങൾ വരുത്തിയ 2 പേരുടെ പേരാണ് പറയാൻ പറഞ്ഞത്. അപ്പോ ഹിസ്റ്ററി ആണ്, രണ്ട് പേരുടെ പേരെ പറയാൻ പറ്റൂ. അവർ മുഴുവൻ ഹിസ്റ്ററി പഠിച്ച ആൾക്കാരായിരിക്കണം, അബദ്ധം പറ്റിയവരായിരിക്കണം. ഇറ്റ്സ് എ ടഫ് ക്വസ്റ്റ്യൻ. അപ്പോ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത്, സർ ഇറ്റ്സ് എ ടഫ് ക്വസ്റ്റ്യൻ, ഐ നീഡ് സം ടൈം ടു തിങ്ക്. ഇതൊരു ഇടങ്ങേറ് പിടിച്ച ചോദ്യമാണ്, എനിക്ക് ഇത്തിരി സമയം തരണം എന്ന് പറഞ്ഞു. അപ്പൊ ചെയർമാൻ പറഞ്ഞു, ഐ കനോട്ട് ഗിവ് യു ടൈം, ഐ വിൽ ഗിവ് യു 1 clue. ദേ ആർ യൂറോപ്യൻ ഫിഗേഴ്സ്. അവർ 2 പേരും യൂറോപ്പിലെ ആളുകളാണെന്ന്. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ നന്മ മനസ്സിലായത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വല്ല ഇന്ത്യൻ ഫിഗറിനും പറഞ്ഞു, അയാളന്ന് അങ്ങനെ ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ ഇത്രയും കൂടെ പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടിയായിരുന്നൊക്കെ ചിലപ്പോൾ നമ്മൾ അബദ്ധം പറയുമായിരുന്നു. അപ്പൊ ഈ ക്ലൂ കിട്ടിയതോടുകൂടി എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി. യൂറോപ്യൻ ഫിഗർ എന്ന് പറയുമ്പോൾ ഡെമോക്രസിയുടെ ഭാഗമായിട്ടാണ് ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വരുന്നത്. ഡെമോക്രസിയും ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും ഉപയോഗിച്ചാണ് ഹിറ്റ്ലർ അധികാരത്തിലേക്ക് വന്ന് ഹിറ്റ്ലർ ഒരു ജൂതമത വിരോധവും ഹോളോകാസ്റ്റിലേക്ക് എത്തിയത്. സോ 1 was ഹിറ്റ്ലർ. സെക്കൻഡ് വൺ, നമ്മളൊക്കെ എപ്പോഴും മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഫ്രറ്റേണിറ്റി, സോഷ്യലിസം, ഇത്തരം ഐഡിയൽസിന്റെ ഒരു സ്വർഗമായിട്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്, അല്ലെ? ഈ ഫ്രഞ്ച് റവല്യൂഷൻ റിസൾട്ട് ആയിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. എന്താ പറയാ, നെപ്പോളിയന്റെ സ്പാനിഷ് അൾസറാണ് വേൾഡ് വാറിലേക്ക് പോയി എന്നൊക്കെ മേ ബി അവർ friend Hasib would be in a better position to explain all these things. ഈ 2 കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ഐ കുഡ് ഇംപ്രസ്. സോ ദേ ആർ നോട്ട് ആസ്കിംഗ് വെദർ ഐ നോ ദ ആൻസർ. എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. ദേ ആർ ജസ്റ്റ് ചെക്കിംഗ് വെദർ യു ക്യാൻ റെപ്രസെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നിങ്ങളൊരു ജില്ലയിൽ കളക്ടർ ആയിട്ടിരിക്കുമ്പോൾ ക്യാൻ യു ഡീൽ വിത്ത് ദ ക്രൈസിസ്? ഇവിടെ FTA പോലൊരു സ്ഥാപനത്തിൽ രജിസ്ട്രാർ ആയിട്ടിരിക്കുമ്പോൾ, ഐ എം നോട്ട് എ ട്രെയിൻഡ് സിനിമാറ്റോഗ്രാഫർ, പക്ഷേ ഐ വാണ്ട് ടു പർച്ചേസ്, ലൈക്ക് ഐ എം ജസ്റ്റ് പർച്ചേസിംഗ് ദിസ് crab dollies. I am purchasing 2 crab dollies, and 1 crab dolly is costing 80 lakh rupees. So I am making something like 1.6 crore in just matter of 2 weeks. 2 ആഴ്ച കൊണ്ട് 1.5 കോടി ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. But I do not know what is crab dolly. So they were checking whether I have the aptitude to learn about crab dolly and make a valid decision. ക്രാബ് ഡോളിയെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് സാമർത്ഥ്യമുണ്ടോ, എന്നൊരു തീരുമാനം എടുക്കാനുള്ള സാമർത്ഥ്യം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. സോ ദേ ആർ ചെക്കിംഗ് വെദർ യു ആർ എൻ ആപ്പിൾ ഇൻഡിവിജ്വൽ. നിങ്ങൾ മിടുക്കനായ ഒരു കാൻഡിഡേറ്റ് ആണോ, നിങ്ങൾക്ക് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? ഇഫ് ദേ ഹാവ് സെൻഡ് യു, വെദർ ഷീ വുഡ് ബി ഏബിൾ ടു റെപ്രസെന്റ് ദ കൺട്രി, അല്ലേ? നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും election commission I've been dealing with thousands of complaints every day. I have deleted something like thousands of Facebook posts, and I have deleted, I have made these platforms delete tweets, posts, YouTube videos, and I have to be very answerable and accountable all these things. So ദിവസവും ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുക. And I was trolled also for taking some decisions like this. So ഇതിനൊക്കെയുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടോ? നമ്മളെ ട്രോൾ ചെയ്യുമ്പോൾ അയ്യോ, സൈബർ ബുള്ളിയെ കുറിച്ച് ചോദിച്ചു, ട്രോൾ ചെയ്യുമ്പോൾ അയ്യോ പാവായിട്ട് ഇരിക്കുകയല്ല. I have done something, so let there be troll. What is the problem? And I don't believe in negative publicity. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പറയാണ് Rabi is a bad teacher. I don't bother. Rabi is a bad teacher എന്ന് പറയുമ്പോഴും നിങ്ങൾ പറയുന്നത് there is one guy who is Rabi. So I don't believe in negative publicity. I believe in constructive criticism. നിങ്ങൾ പറയാണ് you could have talked like this, you could have talked like that എന്നൊക്കെ പറയുന്നത് എൻ്റെ അടുത്ത ടോക്കിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ഞാൻ മനസ്സിലാക്കും. അത്രേ ഉള്ളൂ. ഇതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. അഗെയിൻ വൺസ് ഐ റിപ്പീറ്റ്, നിങ്ങൾ ഒരു കാപ്പബിൾ ഇൻഡിവിജ്വൽ ആണോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ.
മോക്ക് ഇന്റർവ്യൂസ് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത്, ഐ ഹാവ് അറ്റൻഡഡ് മോക്ക് ഇന്റർവ്യൂസ് നമ്മുടെ ചില ഉദാഹരണത്തിന് നമുക്ക് ഇംഗ്ലീഷ് ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അങ്ങനെ ഒരു ഇന്റർവ്യൂ സ്ട്രക്ചറിൽ. ഇപ്പൊ ഇന്റർവ്യൂവിൽ ചിലപ്പോൾ 5 പേരിരിക്കുമ്പോൾ നമുക്ക് ഈ 5 പേര് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നോക്കി നമുക്ക് ശീലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ഫോർ മീ. ബേസിക്കലി I will try not to become a moral advisor. I have very clear idea about what is legal and what is illegal. And I would request every one of you to be clear about what is legal and illegal. And now the next question, how you want to be using all these social media platforms. You remember the second or third slide while I was mentioning about a metrics. There are 3 things you have to be careful while you decide on to be active or not to be active on social media platform. One is entertainment options, second one is market, and third one is your free time. So you just think, is that so much important to open your phone when you get every notification? Like, I don't know how I have kept all my notifications off. Only when my boss calls me, only when 2 or 3 people like that gives me a message, I attach lot of importance to my human relationships done on my Facebook. I'm keeping all these pages, but still I don't use Facebook or Twitter regularly. I use LinkedIn and Quora regularly. And now what you want to show to people? I don't want to share what I had with what my relationship status with my partner or how I deal with my parents. I don't want to share, and that's my personal choice. And see, you had a good date with your boyfriend or girlfriend at this hotel, and later when someone says that, see, you had a relationship, you had a past relationship, and a complaint, you should not tell that they are invading into your privacy. You have to be careful what you can post on social media, public space. Everything is recorded, എല്ലാ ഡേറ്റയും ആളുകളുടെ കയ്യിലുണ്ടായിരിക്കും. എല്ലാ ഡേറ്റയും. ഞാനൊരു ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഒരു മന്ത്രാലയത്തിന് വേണ്ടി അവരുടെ പ്രധാനപ്പെട്ട ചില മീഡിയ റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത്. എൻ്റെ എല്ലാ ചോദ്യങ്ങളും അവരുടെ സോഷ്യൽ, അതായത് ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ഹാവ് ബീൻ ഹാൻഡ്ലിംഗ് ട്വിറ്റർ ഹാൻഡിൽ ഓഫ് എ വെരി ഫേമസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. ദെൻ ഐ ഷോഡ് ഹിം ദ ട്വീറ്റ്സ്. ഈ ട്വീറ്റ് നിങ്ങൾ എപ്പോഴാണ് ചെയ്തതെന്ന് ചോദിച്ചു. ഹി ഡിഡ് നോട്ട് ഹാവ് ആൻസർ. സോ നമ്മളൊക്കെ മോണിറ്റേർഡ് ആണ്. നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങൾ കെയർഫുൾ ആകണം. നിങ്ങളുടെ എന്ത് പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഉപദേശിക്കില്ല, പക്ഷെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ അക്കൗണ്ടബിൾ ആണ്. You can go for a very open statement about your individuality, your secrets. You can share it with them, but you should be accountable for that, and you should know that നിങ്ങളാണ് ചെയ്തതെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. So there is no special line I can suggest, but it should be a wise decision after checking 3 parameters: your free time, most important, market, and the format of entertainment. There are no precautions. Your Sir Hasib was asking me the same question in a different way. So I don't have any suggestions like you should not post this, you should post this. Like, but I see, as an individual, I believe I don't want to share something with people. Like, usually I don't share personal details, like I'm going to trip to this place, and the personal yatragal which I don't usually talk in Facebook or Twitter. I don't usually post pics with my family members. Very rarely I do something. And I believe that is important for me, because if I am being trolled next time, I don't want my mother's pic to appear on or troll. So if you would be a different person, for example, you would be making money out of that. For example, there are some YouTubers who talk about relationship, who talk about their personal stuff, and there are a lot of views. So it's totally a personal choice, Aishwarya. I don't want to suggest that you should do this, you should do that. Instead, you should be careful about what you are doing. There is nothing wrong and right. There are something which are legal and illegal. Right? ശരി തെറ്റി എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കും, അതൊരു സാമൂഹിക നിർമ്മിതി ആയിരിക്കും. You should be careful about legal and illegal and not about right and wrong. Whatever you do, you should be accountable. റബി ഹാഷിം, നമ്മുടെ ഇപ്പോൾ ഫേസ്ബുക്ക് അതുപോലെ ട്വിറ്റർ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ USA വന്ന ഒരു ന്യൂസ് ആയിരുന്നു, ഡൊണാൾഡ് ട്രംപിന്റെ ഒത്തിരി ട്വീറ്റ് റിമൂവ് ചെയ്തു. കാരണം ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ ഈ ട്വിറ്റർ ഫേസ്ബുക്കൊക്കെയുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു എഗ്രിമെന്റ് അങ്ങനെ ലീഗലായിട്ടൊക്കെ ഉണ്ടോ, ഒഫീഷ്യലായിട്ട് തന്നെ? കാരണം ഇങ്ങനെ ഒരു മിസ് ഇൻഫോർമേഷൻ വരുമ്പോൾ നിങ്ങളടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും അതിന് ഇവാലുവേഷൻ നടത്തിയിട്ട് വേണ്ട നടപടികൾ എടുക്കാനുള്ള ഒരു ലീഗലായിട്ടുള്ള ഒരു എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുമായിട്ട്?
There are no agreements as such. അങ്ങനെ ഒരു അഗ്രിമെന്റ് ഇല്ല. പക്ഷേ IT ആക്ടും അതിനുശേഷമുള്ള ഒരു സുപ്രീം കോർട്ട് വേർഡിക്റ്റിന്റെ അടിസ്ഥാനത്തിൽ all these social media platforms are supposed to delete content at the instruction of a government officer. ഒരു ഗവൺമെന്റ് ഓഫീസറിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്യാൻ ഈ കമ്പനീസ് ഫോഴ്സ്ഡ് ആണ്. ഇലക്ഷൻ കമ്മീഷനിൽ അത്തരത്തിലുള്ളൊരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. സോ ദേ ഹാവ് ടു റെസ്പെക്ട് മൈ ഡെസിഷൻ. ഇഫ് ഐ ആസ്ക് ദം ടു ടേക്ക് ഡൗൺ എ കണ്ടന്റ്, ദേ ഹാവ് ടു ഡു ഇറ്റ്. ബേസിക്കലി അത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒരു കണ്ടന്റ് ടേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഇന്ത്യയിൽ. ഒന്ന്, അത് ഷുഡ് ബി ആൻ ഇൻസ്ട്രക്ഷൻ ഫ്രം ഗവൺമെന്റ് ഒഫീഷ്യൽ, ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിരിക്കണം. ഇപ്പോൾ മെയ്റ്റി കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT മിനിസ്ട്രിയിലെ ജോയിന്റ് സെക്രട്ടറി അത്തരത്തിലുള്ളൊരു ഓഫീസറാണ്. ഇലക്ഷൻ കമ്മീഷനിലെ ഇലക്ഷന്റെ സമയത്ത് ഐ വാസ് സച്ച് എൻ ഓഫീസർ. ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പോളിസീസിന് അത്തരത്തിലുള്ള ഓഫീസേഴ്സ് ഉണ്ട്. ഇതാണ് അതിന്റെ ഒരു വശം. മറ്റൊന്ന്, പോളിസി ഗൈഡ്ലൈൻസ് ലൈക്ക് പ്രസിഡന്റ് ട്രംപിന്റെ ട്വീറ്റുകൾ മിസ്ഇൻഫർമേഷൻ ആണെന്ന് ടാഗ് ചെയ്ത ട്വിറ്ററിന്റെ പോളിസി, അത് ട്വിറ്ററിന്റെ കമ്മ്യൂണിറ്റി പോളിസീസ് ആണ്. ഇന്ത്യയിലും അത്തരത്തിലുള്ള നടപടികൾ ഇത്ര ശ്രദ്ധേയമായിട്ടുണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. ചില ട്വീറ്റുകൾ അടുത്തൊരു MP-യുടെ ട്വീറ്റുകൾ ഡിലീറ്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതൊക്കെ അവരുടെ കമ്മ്യൂണിറ്റി പോളിസീസ് ആണ്. അതല്ലെങ്കിൽ നമ്മളുടെ ക്രൈമുമായി ബന്ധപ്പെട്ട പല വീഡിയോസും ആളുകളുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട പല കണ്ടന്റും ലോക്കൽ പോലീസിന്റെ ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് വഴി ടേക്ക് ഡൗൺ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടല്ല, പലപ്പോഴും IT ആക്ടും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സുപ്രീം കോർട്ട് വേർഡിക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, IMAI എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഫ്ലിപ്കാർട്ട് ടു ഫേസ്ബുക്ക് ഇത്തരത്തിലുള്ള എല്ലാ കമ്പനീസിന്റെ ഒരു കൺസോർഷ്യമാണ്. മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് പലപ്പോഴും ഈ കമ്പനിയാണ് ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, IMAI എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ഇവരെ റെപ്രസെന്റ് ചെയ്യുക. റബി, നമ്മുടെ ഒരു മെയിൻസ് പ്രിപ്പറേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മെയിൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, എന്നാൽ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് നമ്മുടെ ഓപ്ഷണൽ പേപ്പർ. അല്ലെ, ഓപ്ഷണൽ പേപ്പർ എപ്പോഴും നമ്മൾ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് എടുക്കണം. നമുക്ക് പഠിക്കാൻ പറ്റുന്ന, നമുക്ക് താല്പര്യമുള്ള, എഴുതി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട്, അതാണ് ഓപ്ഷണൽ. ഇനി മറ്റൊരു സംഗതി, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിലിമിനറി ക്വാളിഫൈ ചെയ്ത് എല്ലാവർക്കും ഒരു പൊതുധാരണ ഉണ്ടല്ലോ. എന്നിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് പെർഫോം ചെയ്യാൻ പറ്റാത്തത്? നമുക്ക് എഴുതി ശീലമില്ലാത്തതുകൊണ്ടാണ്. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ നമുക്കറിയണം. അതിന് റൈറ്റിംഗ് പ്രാക്ടീസ്. ഇപ്പൊ ഈ രണ്ട് കാര്യം, ഒന്ന് ഓപ്ഷനിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുക, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറിവ് ഉണ്ടാകുക, അത് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുക. മറ്റൊന്ന് റൈറ്റിംഗ് പ്രാക്ടീസ്. 4-5 പേപ്പേഴ്സ് ഉണ്ടല്ലോ, ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സ്, എത്തിക്സ് പേപ്പർ, ഇതൊക്കെ നിരന്തരമായി അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതി അത് രണ്ട് കാര്യം. ഒന്ന്, ചോദ്യം കാണുമ്പോഴേക്കും നമുക്ക് ഉത്തരം മനസ്സിലാവണം. അല്ലെ, ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ചോദ്യം വരികയാണ് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഇങ്ങനെ ചോദ്യം വിചാരിക്കാം: ഡു യു തിങ്ക് ബാങ്കിങ് ഓർഗനൈസേഷൻസ് ആർ കൺസർവേറ്റീവ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ക്രിപ്റ്റോ കറൻസി ഉണ്ട്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്താണ്? ഈ ചോദ്യം നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. ക്രിപ്റ്റോ കറൻസീസ് എന്താണ്? ബാങ്കിങ് ഓർഗനൈസേഷൻ ലൈക്ക് RBI, റിസർവ് ബാങ്ക്, അല്ലെ, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് കൺസർവേറ്റീവ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഇത് വളരെ എളുപ്പമാണല്ലോ, ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് അറിയില്ലെങ്കിലും നമുക്ക് എഴുതാലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ക്രിപ്റ്റോ കറൻസീസിനെ കുറിച്ച് അറിവുള്ള ഒരാൾ ഇതിന് ഉത്തരം പറയുമ്പോൾ അത് ചോദ്യം ഇവാലുവേറ്റ് ചെയ്യുന്ന ആളിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇതാ അറിവുള്ള ആൾ പറഞ്ഞ ഉത്തരമാണ്, ഇത് അറിവില്ലാത്ത ആൾ. അപ്പൊ നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചോദ്യം മനസ്സിലാക്കാനുള്ള നമ്മുടെ കാപ്പബിലിറ്റീസ് കൂടും. അതുപോലെ തന്നെ ഉത്തരം എഴുതി എവിടെയാണ് ഉത്തരം പ്രതിഫലിപ്പിക്കേണ്ടത് എന്നുള്ള ആ ഫോക്കസ് നമുക്ക് വളരെ ക്ലിയർ. അപ്പോൾ ഇത് ഈവൻ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും, ഓപ്ഷണൽ ഉദാഹരണത്തിന് ചില സമയത്ത് രണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉത്തരമായിട്ട് തോന്നും. ശരിയെന്ന് പറഞ്ഞാലും ഉത്തരമായിരിക്കും, തെറ്റെന്ന് പറഞ്ഞാലും ഉത്തരമായിരിക്കും. ക്രിപ്റ്റോ കറൻസീസ് ഫ്യൂച്ചറിന് നല്ലതാണോ? നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടാകും, അല്ലെ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം, അല്ലെ? ഉദാഹരണത്തിന് ക്രിപ്റ്റോ കറൻസീസ് മോശമാണ് കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയുന്നത് വളരെ അപക്വമായിട്ടുള്ള ഉത്തരമായിരിക്കും. കാരണം എന്താ, കൺട്രോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളെ പോലെയുള്ള ബ്യൂറോക്രാറ്റ്സ് ആണ് തീരുമാനിക്കേണ്ടത്. ക്രിപ്റ്റോ കറൻസീസ് ഒരു പോളിസി ഉണ്ടാക്കണം, അതുവരെ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അതൊരു പക്വമായ തീരുമാനമാണ്. അപ്പൊ ഇങ്ങനെ വളരെ മെച്ചുവർ ആയിട്ട് ഓരോ ചോദ്യത്തെയും ഡീൽ ചെയ്യുക, അതിനാണ് റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ഓപ്ഷനുകൾ ചൂസ് ചെയ്യണം. ഈ 2 പോയിന്റ്സ് ആണ് മെയിൻസിൽ പറയാനുള്ളത്. പിന്നെ ദിവസവും പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്, അല്ലെ? ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നല്ല, അതൊരു നമ്മൾ അങ്ങനെ പലപ്പോഴും മനസ്സിലാക്കും. രാവിലെ 10 മണിക്കൂർ പഠിക്കണം, വൈകുന്നേരം അഗൈൻ 2 മണിക്കൂർ പഠിക്കണം എന്നതിലുപരി
നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കൃത്യമായിട്ട് പഠിക്കുക. പണ്ടത്തെ പോലെ ബുക്ക് മാത്രമല്ല നമ്മുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. വളരെ പ്രധാനപ്പെട്ട ഞാൻ ഈ ടോക്കിന്റെ അവസാനം നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് തന്നതിലേക്ക് പല ആളുകളും ഇവരുടെയൊക്കെ വർക്ക്സ് ബുക്സ് ആയിട്ടുണ്ട്, ഒപ്പം തന്നെ വീഡിയോസ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു പഠനത്തിന്റെ ഫോർമാറ്റ് നമ്മൾ ഒരു ഡിജിറ്റൽ ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ പഠനത്തിൽ വ്യക്തമാകണം. നമ്മളൊരാളുടെ പുസ്തകം ഒരു പോളിസിയിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒടുവിൽ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയണം അല്ലേ. ഔറംഗസേബിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഔറംഗസേബിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ഏറ്റവും ഒടുവിൽ അതിന്റെ ഫോർഗോട്ട് ദ നെയിം ഓഫ് ദ ബുക്ക് ദാറ്റ് ഓസ്ട്രേലിയൻ സ്കോളർ, പുള്ളിക്കാരി ഇവിടെ ഒരു ലെക്ചർ നടത്തിയതിനെ കുറിച്ച് പോലും നമുക്ക് അറിയണം. അങ്ങനെ അതാണ് നമ്മളെ ഒരു സിവിൽ സർവീസ് ആസ്പിരന്റ് എന്ന നല്ല ഉത്തരങ്ങൾ പറയാനും എഴുതാനൊക്കെ പ്രാപ്തരാക്കുന്നത്. നമുക്ക് സെഷന് വൈൻഡപ്പ് ചെയ്യാം. റബീ സാറ് നാട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കോളേജിലേക്ക് കൊണ്ടുവരണം. നമുക്കൊരു ലൈവായിട്ട് നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യണം. ഇത് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നി. കാരണം നമുക്ക് ശ്രീധന്യ IAS വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളായിട്ട് ഇന്ററാക്റ്റീവ് സെഷൻസിൽ ഒത്തിരി നമുക്കൊരു മോട്ടിവേഷനും അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ ഒക്കെയാണ് കൂടുതൽ പറയാറ്. പക്ഷെ ഇവിടെ ഒരു സെപ്പറേറ്റ് ടോപ്പിക്, കാരണം നിങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിലുള്ള കുട്ടികളാണ് ഭൂരിഭാഗവും. അത്യാവശ്യം മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒരു സ്പാർക്കൊക്കെ കിട്ടിയവരാണ്. നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒത്തിരി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കിൽ നമ്മളൊരു ഡിസ്കഷൻ നടത്തി. അതിൽ ഏറ്റവും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഓഫീസറെ തന്നെ നമുക്ക് കിട്ടി. നല്ല ഒരു ടോക്ക്, നല്ലൊരു ടീച്ചിങ് കാപ്പബിലിറ്റി ഉള്ള ഒരു നല്ലൊരു പ്രസന്റേഷൻ, ഒരു മടുപ്പും തോന്നാതെ നമ്മുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ട് പോലും നമ്മൾ ഒത്തിരി ആക്ടിവിറ്റി ഒക്കെ ചെയ്യിപ്പിച്ചു. നമ്മോടൊപ്പം ഇങ്ങനെ ഒരു ലൈവായിട്ടുള്ള പോലെ ഫീൽ ചെയ്യിപ്പിച്ചു. ഒരു നല്ലൊരു ടീച്ചറാണ്. അതെനിക്ക് ആദ്യം അറിയാം. ഞങ്ങൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒത്തിരി അക്കാദമിയിൽ റബീ സാറ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫാക്കൽറ്റിയാണ്, നല്ലൊരു ഹാർഡ് വർക്കറാണ്. ഞാൻ അദ്ദേഹത്തെ പറ്റി ഉപയോഗിക്കാൻ എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു പദം പെർസിവറൻസ് ആണ്, സ്ഥിരോത്സാഹം. ഞാനൊരു പലപ്പോഴും പല എക്സ്പീരിയൻസിനെ കണ്ടിട്ടുണ്ട്. അവർ ഭയങ്കരമായിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ഫോർ 1 month, എന്നിട്ട് പിന്നെ 4 മാസം പിന്നെ പ്രിപ്പയർ ചെയ്യില്ല. നമുക്കൊരു സ്റ്റേബിൾ ആണ് വേണ്ടത്, സ്റ്റേബിൾ ആവണം. ആ സ്റ്റേബിൾ ആയി നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ, ഒരു സ്റ്റഡി പ്രിപ്പറേഷൻ ചെയ്യാൻ നമുക്ക് കഴിയണം. ഞാനൊരു സിവിൽ സർവീസിന്റെ എക്സ്പീരിയൻസിന് പലപ്പോഴും പറയുന്ന ഒരു ഹംബിൾ റിക്വസ്റ്റ്, ഒരു അഡ്വൈസ് എന്നൊക്കെ പറയുന്നത്, നമ്മൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം, റൂട്ട് കറക്റ്റ് ആയിരിക്കണം, വാട്ട് ടു സ്റ്റഡി, എന്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ വാട്ട് നോട്ട് ടു സ്റ്റഡി. ഇപ്പൊ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടാനും മെറ്റീരിയൽ കിട്ടാനും ഉള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി ഒരുപാട് പ്ലെന്റി ഓഫ് റിസോഴ്സസ് ആണ്. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതി, നമ്മുടെ കോൺഫിഡൻസ് നിലനിർത്തുക, നല്ല സ്ട്രാറ്റജി ഉണ്ടാക്കുക, നമ്മളെ പറ്റിയുള്ള വിശ്വാസം ഉണ്ടാവുക, സെൽഫ് എസ്റ്റീം ഉണ്ടാവുക, സെൽഫ് മോട്ടിവേറ്റഡും കൂടിയാവുക. അങ്ങനെ പോകുമ്പോഴാണ് നമുക്കൊരു ഹയർ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എയിമിംഗ് ഓഫ് സ്മാൾ ഈസ് എ ക്രൈം. നമ്മൾ APJ അബ്ദുൽ കലാം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സംഭവം, എയിമിംഗ് ഓഫ് സ്മാൾ ഈസ് എ ക്രൈം. ഓക്കെ, അപ്പൊ ഏതായാലും റബി ഹാഷിമിന്റെ ഒരു കിഡിലം ടോക്ക്, ഫാന്റാസ്റ്റിക് ടോക്ക്, ഒരു വളരെ സന്തോഷം തോന്നുന്നു. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് മേഖലയിലൂടെ നമുക്ക് കൊണ്ടുപോയി. ഇപ്പൊ സിവിൽ സർവീസിന് നമുക്ക് പിന്നെ മെയിൻസിന്റെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ IAS നമുക്കൊരു 2 or 3 തന്നെ കൊടുക്കാം. എനിക്കൊന്നും ചില കുട്ടികളൊക്കെ ഫസ്റ്റിൽ തന്നെ കൊടുക്കും അല്ലെ. ഒരു ഫിലിം ഇൻഡസ്ട്രി, ദൂരദർശൻ, ഓൾ ഇന്ത്യ റേഡിയോ, ആ മേഖലയിലൊക്കെ തിളങ്ങാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സർവീസാണ് കാറ്റഗറി A വരുന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വലിയ നേട്ടമാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ. റബി ഹാഷിമിനോട് വേഗം കടപ്പാടും നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Thank you. It was a wonderful forenoon. Thank you very much.